ഇന്നലകളിലും ഇന്നുകളിലൊക്കെ ദൈവം നടത്തിയ ദൈവത്തിന് നന്ദി പറയുകയും അതുപോലെ നാളുകളിലൊക്കെ ദൈവമകത്വം നമ്മളൊക്കെ വ്യാപരിക്കുമാറാകട്ടെ. വലിയ ഒരു ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പരിവർത്തനം നമ്മുടെ ജീവിതത്തിലൊക്കെ വെളിപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ബൈബിളിലൊരു വാക്യമുണ്ട്, നിന്റെ ഉപദേഷ്ടാവിനെ മറഞ്ഞിരിക്കുന്നില്ല. ആമേൻ. അപ്പൊ മറഞ്ഞിരിക്കാത്ത എന്റെ ഉപദേഷ്ടാവ് ഇന്ന് പകലും നാളുകളിലും നമ്മളെ എല്ലാവരെയും നടത്തട്ടെ എന്ന് ഞാൻ ആശിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമ്മുടേതൊന്നുമല്ല, എന്റേതൊന്നുമല്ല, ആർക്കും പുകഴുവാനോ പ്രശംസിക്കാനോ ഒന്നുമില്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ ജീവിതം ഒന്നുമില്ല, അകത്തോട്ട് വലിച്ച ശ്വാസം പുറത്തോട്ട് പോയില്ലെങ്കിൽ ഒന്നുമില്ല. ഇന്നും ഞാനത് വീണ്ടും പറയുന്നു, അത് തന്നെയാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ട് നിഗളിക്കാനോ പുകഴാനോ ഒന്നുമില്ല, മത്സരിക്കാനോ മത്സരിപ്പിക്കാനോ ഒന്നുമില്ല. ജീവിതത്തിൽ ഒന്ന് മാത്രമേ ഉള്ളൂ, ക്രിസ്തുവിനെ നേടേണ്ടതിനെ തന്നെ താൻ ത്യജിച്ച് തന്റെ ക്രൂശും എടുത്ത് മുമ്പോട്ടോടുക. കരകളൊരുക്കാമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ദൈവത്തിന്റെ മഹത്വം നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും ഉണ്ടാകട്ടെ. യോഹന്നാന്റെ സുവിശേഷത്തിൽ അവൻ എല്ലാം അവസാനം കുറിക്കുമെന്ന് പറയുന്നിടത്തൊക്കെ ദൈവം ആരംഭിച്ചിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിലും അങ്ങനെ തന്നെ സംഭവിക്കുകയുള്ളൂ. ഓരോ മക്കളോട് ഞാൻ പറയുന്നു, അവസാനം നമ്മളല്ല കുറിക്കുന്നത്, അവസാനം പിശാചല്ല വിധി എഴുതുന്നത്, അവസാനം മനുഷ്യനല്ല പറയുന്നത്. ഒരു ഏതെങ്കിലും ഒരു എന്താ പറയുന്നത്, മുഖം നോക്കി പറയുന്ന ഒരു മുഖം നോട്ടക്കാരനല്ല അവസാനം നമ്മൾ പറയുന്നത്. നമ്മുടെ അവസാനം കുറിക്കുന്നതും ആരംഭം കുറിച്ചത് കർത്താവ്. ഈ ഭൂമിയിൽ എത്രത്തോളം ഒരു മനുഷ്യൻ ജീവിക്കണമെന്ന് അവൻ തീരുമാനിക്കുന്നത് കർത്താവ്. ഈ ഭൂമിയിൽ വന്നിട്ട് എന്തൊക്കെ ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് കർത്താവ്. അതിനെ മാറ്റിക്കളയാൻ ഒരു ശക്തിക്കും ഒരു വ്യക്തിക്കും ഒരു ദുഷ്ടപിശാചിനും കഴിയത്തില്ല എന്ന് പറയാം. ഹല്ലേലൂയ. അമ്മ വിശ്വാസമുള്ളവരെ മാത്രം കരകൊള്ളിയെത്തിയ വാക്കിനെ ഏറ്റെടുക്കണം. ഹല്ലേലൂയ. അപ്പൊ ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നു, ഒരു മാനുഷിക കരങ്ങൾക്കോ ഒരു മാനുഷിക പ്രവചനങ്ങൾക്കോ ഒരു മാനുഷികമായ ചിന്തകൾക്കോ ഒരു വ്യക്തിയെ കുറിച്ചുള്ള ദൈവിക ആലോചനയോ ദൈവത്തിന്റെ പ്രവൃത്തിയോ ദൈവത്തിന്റെ സാന്നിധ്യത്തെയോ തകർത്ത് കളയാൻ ഒരു ശക്തിക്ക് കഴിയത്തില്ല, ഒരു പൈശാചിക മേഖലയ്ക്ക് കഴിയത്തില്ല. ഇന്ന് പകൽ ചിലത് ആരംഭിച്ചു തുടങ്ങുവാണ്. പരിശുദ്ധാത്മാവിനോട് ആത്മാവിൽ ദൂത് വരികയാണ്. അവസാനം കണ്ടതല്ല, ആരംഭം കാണുന്ന ദിവസങ്ങളായിരിക്കും ഇനിയുള്ള നിമിഷങ്ങളും ദിവസങ്ങളും. ദൈവത്തിൻ്റെതായ പ്രവൃത്തികൾക്ക് വേണ്ടി നമ്മളെ ഏൽപ്പിക്കുകയാണെങ്കിൽ, ദൈവത്തിൻ്റെതായ വഴികളിൽ നമ്മൾ നടക്കുകയാണെങ്കിൽ, വഴി വിട്ട് മാറാതെ ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെ നിൽക്കുകയാണെങ്കിൽ, ദൈവമക്കളെ, ഞാനൊരു കാര്യം അറിയാം, എനിക്കറിയാം, ദൈവം എന്നോട് പറഞ്ഞത് ഞാൻ പറയുന്നു. ഒരു ശക്തിയും നിങ്ങളെ തോൽപ്പിക്കത്തില്ല. അവസാനം പറഞ്ഞെടുത്ത് ആരംഭം കുറിച്ചുകൊണ്ട് ചിലർ ഇതിനകത്തുനിന്ന് പുറത്തിറങ്ങും. പുറത്തിറങ്ങുന്നത് ഒരു വ്യക്തിക്ക് തടയാൻ കഴിയാത്തതുപോലെ ആയിരിക്കും. ഏത് നിയോഗത്തിനും നിയമത്തിനും വ്യക്തികൾക്കും പ്രവൃത്തികൾക്കും കഴിയാത്തതിനെ നിന്നിലൂടെ സാധിപ്പിച്ച് എന്റെ യേശു കർത്താവ് ഇന്ന് പകൽ പുറത്തു കൊണ്ടുവരുമെന്ന് ഈ കഴിഞ്ഞ രാത്രി പരിശുദ്ധാത്മാവിനോട് സംസാരിച്ചു. ഇരുട്ടിന്റെ മേഖലകളല്ല, ഇരുട്ടിന്റെ പ്രവൃത്തികളല്ല, സ്വർഗ്ഗത്തിലെ ദൈവം നിനക്ക് കാര്യം സാധിപ്പിച്ചു തരുക. സ്വർഗ്ഗത്തിലെ എന്റെ ഉപദേശാവ് എന്നെ ഉപദേശിക്കുന്ന ഒരു നിമിഷമാണ് ഇന്ന് പകൽ. ദൈവാത്മാവ് ഒരുത്തനെ നടത്താൻ തുടങ്ങിയാൽ, ദൈവാത്മാവ് ഒരുത്തനെ ഉപയോഗിക്കാൻ തുടങ്ങിയാൽ, ദൈവാത്മാവ് ഒരു കുടുംബത്തെ പ്രയോജനപ്പെടുത്താൻ തുടങ്ങിയാൽ, ദൈവാത്മാവ് ഒരു കുടുംബത്തിന് വേണ്ടി ഇറങ്ങാൻ തുടങ്ങിയാൽ, ദൈവാത്മാവ് ഒരു വ്യക്തിക്ക് വേണ്ടി സഞ്ചരിക്കാൻ തുടങ്ങിയാൽ, ദൈവാത്മാവ് ഒരുത്തന് വേണ്ടി അനുകൂലമായി സംസാരിച്ചു തുടങ്ങിയാൽ, ദൈവാത്മാവ് ഒരുത്തന് വേണ്ടി ഉപദേശിക്കാൻ തുടങ്ങിയാൽ, ആ ഉപദേശം മാറിപ്പോ എന്നോട് പരിശുദ്ധാത്മാവ് പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ ആരംഭിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. മനുഷ്യർ അവസാനിപ്പിക്കുമെന്ന് പറയുന്നിടത്ത് വെച്ച്
അവനെ ശത്രു അവസാനിപ്പിക്കുമെന്ന് പറയുന്നിടത്ത് വെച്ച്, അവൻ വെല്ലുവിളിക്കുന്നിടത്ത് വെച്ച്, അവൻ നിന്റെ മേൽ വിരച്ചുണ്ടെന്ന സ്ഥലത്ത് വെച്ച് അവിടെ വെച്ച് ആരംഭിക്കും. അവിടെ വെച്ച് ആരംഭിക്കും. നീ തകർന്നു എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് അവൻ തകർച്ചകളെ പണിത് എന്റെ യേശു ആരംഭിക്കാൻ പറയാ. ദൈവത്തിൻ്റെതായ പദ്ധതിയെ ഞാൻ ഒരു കാര്യം തുറന്നു പറയാം മക്കളെ, ദൈവത്തിന്റെ പദ്ധതിയെ തടയാൻ ആര് തീരുമാനിച്ചാൽ ആമേൻ, ഇന്ന് പകൽ നിങ്ങൾ മനസ്സിലാക്കിയെടുത്തോണം. അവൻ ആരംഭം കുറിച്ചവൻ അവൻ അവസാനിപ്പിക്കാതെ അടങ്ങിയിരിക്കുകയല്ല. അവൻ ജനത്തെ പുറത്തു കൊണ്ടുവന്നവൻ അവൻ കാനാൻ ദേശത്ത് കൊണ്ടുപോകാതെ അടങ്ങിയിരിക്കുകയല്ല. അവന്റെ ഉപദേഷ്ടാവ് അവൻ മറഞ്ഞിരിക്കുകയല്ല. മരുഭൂമി എത്തുമ്പോൾ മറയുന്നവരല്ല എന്റെ യേശു. ജനങ്ങളുടെ മുമ്പിൽ വെച്ച് മാറിപ്പോകുന്നവരല്ല എന്റെ ദൈവം. അവൻ നിന്റെ ഉപദേഷ്ടാവ് മാറുകയില്ല. നമ്മുടേതാകുന്ന വേദനയ്ക്കകത്ത് കയറുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലൊക്കെ തളരുന്നത്. എന്നോട് കഴിഞ്ഞ ഈ പകൽ പ്രഭാതത്തിൽ പരിശുദ്ധം അവരുടെ കാര്യമുണ്ട്. അമ്മ മോനെ, നിന്നെ വിളിച്ചത് ഞാനാണെങ്കിൽ എന്റെ കൂടെ വിശ്വസ്തയോടെ നിനക്ക് ഇറങ്ങി വരാം. ഹല്ലേലൂയ. ഞാൻ പോകുന്ന വഴികൾ നീയും എന്റെ കൂടെ കാണും. നീ പോകുന്ന വഴികൾ ഞാനും നിന്റെ കൂടെ കാണും. പക്ഷെ ഒന്നും നീ ചെയ്യണം, നീ ഒരു വിശ്വസ്തനായിരിക്കണം. നീ എന്റെ വഴി വിട്ട് ഇടത്തോട്ട് വലത്തോട്ട് മാറരുത്. ഞാൻ നടക്കുന്ന വഴി നീ നടന്ന, അവൻ നീ നടക്കുന്ന വഴിയിൽ ഞാൻ നടക്കും. ഹല്ലേലൂയ. ആമേൻ ആമേൻ. ഹല്ലേലൂയ. ആമേൻ ആമേൻ. ദൈവം വ്യത്യസ്തമായിട്ട്, അവൻ ദൈവ വചനം വ്യത്യസ്തമായിട്ട്, ദൈവത്തിന്റെ വെളിപ്പാടുകൾ വ്യത്യസ്തമായിട്ട് അവൻ ഇന്ന് പകൽ നമ്മുടെ നടുവിൽ ഇറങ്ങി നിൽക്കണം. അവൻ പ്രസംഗിക്കുന്നതിനെക്കാട്ടും നല്ലത് എന്റെ ദൈവം ഇറങ്ങി നിന്ന് സംസാരിക്കുന്നതാ. അവൻ എനിക്ക് പ്രസംഗത്തിന്റെ പോയിന്റ് ഇല്ല ഇന്ന്, എനിക്ക് പ്രസംഗത്തിന് ഒരു വചനമില്ലെന്ന്. പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയുന്നു, എന്റെ ദൈവം ഇറങ്ങി വന്നാൽ, എന്റെ ദൈവം എന്നോട് കൂടെ നിന്നാൽ, എന്റെ ദൈവം നിങ്ങളോട് കൂടെ നിന്നാൽ, അവൻ എന്റെ ഉപദേശം എന്റെ കൂടെ ഉണ്ടെങ്കിൽ അവൻ ആരൊക്കെ ഉപദേശിച്ചാലും, ആരൊക്കെ സങ്കല്പിച്ചാലും, ആരൊക്കെ കൽപ്പിച്ചാലും അവന്റെയൊക്കെ കൽപ്പനകളെ പൊട്ടിച്ച എന്റെ സ്വർഗം അത് പുറത്തു കൊണ്ടുവന്നു. ധൈര്യമായിട്ടിരിക്കണം, ധൈര്യമായിട്ട്. അമ്മ വചനം പറയുന്നത് പോലെ സംഭവിക്കത്തുള്ളൂ. ഞാൻ വിശ്വസിക്കുന്നത് അവൻ നിങ്ങളുടെ മുമ്പിൽ ഒരു ദർശനമുണ്ടെങ്കിൽ, നിങ്ങളുടെ മുമ്പിലൊരു അവൻ ദൈവിക വാഗ്ദത്തം ഉണ്ടെങ്കിൽ, ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ അവൻ നിങ്ങൾ വഴികൾ തളരത്തില്ല. അവൻ തളരുന്ന സമയത്തും അവൻ ചേർത്ത് പിടിക്കും. അവൻ പതറുന്ന സമയത്ത് അവൻ അടുത്ത് ചേർത്ത് പിടിക്കും. അവൻ ചേർത്ത് പിടിച്ചു നടത്താൻ അവൻ കഴിവുള്ള കരം തന്നെയാ എന്റെ ദൈവത്തിന്റെ കരം. അവന്റെ കരം ബലഹീനമല്ല, അവന്റെ കരം തളർന്ന കരമല്ല, അവന്റെ കരം തളരുന്ന കരമല്ല. അവന്റെ കരം അവൻ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന കരം. അവന്റെ ഭുജവീര്യം, അവൻ നിന്നെ വഴി നടത്തുന്ന ഭുജവീര്യം. അവന്റെ ഭുജബലത്താൽ അവൻ ചെങ്കടലുകൾ പിളരുമാറാക്കും. അപ്പൊ ആരംഭം കുറിക്കുന്ന എന്റെ കർത്താവ് അവസാനിക്കുന്നിടത്ത് അവൻ നമ്മളെല്ലാവരും അവസാനിച്ചെന്ന് പറയുന്നിടത്ത്, നമ്മളെല്ലാം തീർന്നു എന്ന് പറയുന്നിടത്ത് ആരംഭം കുറിക്കുന്ന ഒരു കർത്താവ്. ഹല്ലേലൂയ. ആ ആരംഭം നമ്മുടെ ജീവിതത്തിൽ ഒരു അത്ഭുതമായി മാറട്ടെ. ആമേൻ. ഹല്ലേലൂയ. അവൻ നെഹെമ്യാവിന്റെ പുസ്തകത്തിൽ ആലയത്തിന് പണി ആരംഭിച്ചപ്പോ അവൻ പലരും പ്രവചിച്ചു, അവൻ ഇത് പൂർത്തീകരിക്കാൻ ഒക്കുകയില്ല. അവൻ ഒരു കുറുക്കൻ കയറിയിരുന്നാൽ ഈ കന്മതിൽ താഴെ വീടുമല്ലോ എന്ന് പ്രവചിച്ചെടുത്ത് അവൻ നെഹെമ്യാവ് അവിടെ ആലയം പണിത് പൂർത്തീകരിച്ചെങ്കിൽ അവൻ ദൈവ ശബ്ദം കേട്ട് അവൻ ദൈവത്തിന്റെ ആലോചനക്കൊത്തവണ്ണം
അവൻ തന്നെ ഏൽപ്പിച്ച ശുശ്രൂഷയ്ക്ക് മനം നൊന്ത് ആ ശുശ്രൂഷയെ പൂർത്തീകരിപ്പാൻ അവൻ തക്കവണ്ണം ജീവൻ വെടിഞ്ഞ് അവൻ ദൈവത്തിന് വേണ്ടി നിന്ന് ദൈവത്തോട് കൂടെ നടന്ന് അതിന്റെ ആലയപ്പണി തുടങ്ങിയപ്പോ അവൻ സൽഫല്ലത്തും തോബിയാവും നവോന്തിക എന്ന പ്രവാചകൻ കൂടെ പ്രവചിച്ചു. അവൻ ഇത് പൂർത്തീകരിക്കാൻ ഒക്കത്തില്ല. അവൻ എന്റെ വചനം ദൈവം പറയുന്നു, വചനം പറയുന്നു, അവൻ നിങ്ങൾ ആരംഭിക്കുക, ഞാൻ അവസാനിപ്പിക്കാമെന്ന് പറഞ്ഞവർ അവസാനിക്കുമെന്ന് പറഞ്ഞെടുത്ത് വെച്ച് അവരതിനെ പൂർത്തീകരിച്ച് പുറത്തു കൊണ്ടുവന്നെങ്കിൽ ഇന്ന് പകൽ ദൈവാത്മാവ് ഇടപെടുന്നു. അവൻ ചിലരോടൊക്കെ ജീവിതത്തിൽ അവസാനം കുറിക്കുമെന്ന് വിധി എഴുതിയെടുത്ത് ഒരാരംഭം കുറിക്കാൻ എന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് നിങ്ങളിലൂടെ ചലിക്കപ്പെടുകയാണ്. അവൻ പരിശുദ്ധാത്മാവിൽ നിൽക്കുന്ന ഒരു വ്യക്തി പോലും അവൻ നഷ്ടപ്പെട്ടു പോകാൻ എന്റെ ദൈവം അനുവദിക്കുകയില്ല. ബൈബിൾ പറയുന്നത് എന്റെ ഉപദേഷ്ടാവ് മറിയത്തില്ല. മതിൽ പണിയുന്നു എന്ന് സൽബലത്തിൽ കേട്ടപ്പോൾ കോപവും അകാരോഷവും കൊണ്ട് യഹൂദന്മാരെ നിന്ദിച്ചു. ഈ ദുർബലന്മാരായ യഹൂദന്മാർ എന്ത് ചെയ്യുവാൻ പോകുന്നു? അവരെ സമ്മതിക്കുമോ? അവർ യാഗം കഴിക്കുമോ? ഒരു ദിവസം കൊണ്ട് പണി തീർത്ത് കളയുമോ? വെന്തി കിടക്കുന്ന ചണ്ടിക്കുമാരങ്ങളിൽ നിന്ന് അവർ കല്ല് ജീവിപ്പിക്കുമോ എന്നിങ്ങനെ തന്റെ സഹോദരന്മാരും ശമരിയ സൈന്യവും കേൾക്കെ പറഞ്ഞു. നോക്ക്, ആലയം പണിയാൻ പോകുന്നവനോട് കൂടെ മക്കളെ പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ പ്രവർത്തിക്കാൻ കർത്താവ് റെഡിയാണ്. ഹല്ലേലൂയ. ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നു, വിശ്വസ്തനായി നിൽക്കാൻ കഴിയുമെങ്കിൽ, അവന്റെ വഴിവിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെ നേരവണ്ണം ചലിക്കാൻ പറ്റുമെങ്കിൽ നമ്മളെ കൈവിട്ടു പോകുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. ഹല്ലേലൂയ. ദൈവം പറയുന്നിടത്ത് നിന്ന് ദൈവത്തോട് കൂടെ സഞ്ചരിക്കാൻ തയ്യാറായ, ഞാൻ ഒന്നുകൂടെ പറയുന്നു, ദൈവം പറയുന്ന വഴികളിൽ കൂടെ നമ്മൾ സഞ്ചരിക്കാൻ തയ്യാറായാൽ ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെ ദൈവ സന്നിധിയിൽ നിന്ന് എന്റെ ഉപദേഷ്ടാവ് മറിയത്തില്ല. അവൻ എന്നെ നല്ലതുപോലെ വഴി നടത്തും. അതിന്റെ 9-ാമത്തെ വാക്യത്തിൽ ഞങ്ങളുടെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. മക്കളെ, ഹല്ലേലൂയ. വിരോധമായി പ്രവചനങ്ങളും വാക്കുകളും പ്രവൃത്തികളും കയറി വരുമ്പോ നമ്മൾ ചെയ്യേണ്ടത് തിരിച്ചു സംസാരിക്കാനോ പ്രതികരിക്കാനോ പോണ്ടി ആവശ്യം. ഞങ്ങളുടെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഇപ്പുറത്ത് പ്രവചിക്കാൻ ആളെ വിളിച്ച് പറഞ്ഞില്ല. ഹല്ലേലൂയ. ഇപ്പുറത്ത് വേറൊന്നും ചെയ്യാൻ പോയില്ല, പ്രതികരിക്കാൻ പോയില്ല, മൗനമായി ഇരുന്നതേ ഉള്ളൂ. ബൈബിൾ പറയുന്നു, നിങ്ങൾ മൗനമായിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുക. ഹല്ലേലൂയ. അപ്പോൾ ദൈവമുണ്ടെന്നുള്ളൊരു അറിവ് നമ്മുടെ അകത്തുണ്ടെങ്കിൽ നമ്മൾ പ്രതികരിക്കേണ്ട ആവശ്യമില്ല. പ്രതികാരം എനിക്കുള്ളത്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യാം. അതെ, ദൈവമാണ് എനിക്കും നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നതെങ്കിൽ പ്രതികൂല യഹോവ എന്റെ പക്ഷത്തുള്ളപ്പോൾ മനുഷ്യർ എന്നോട് എന്ത് ചെയ്യുവാൻ പോകുന്നു? ഒന്നും ചെയ്യാൻ പറ്റുകയല്ലെന്ന് ദൈവം അനുകൂലമെങ്കിൽ, ദൈവം നിന്റെ കൂടെയുണ്ടെങ്കിൽ ഒരു ശത്രുവിന് നിന്നെ തകർക്കാൻ ഒക്കുകയില്ല. ഹല്ലേലൂയ. ആമേൻ. വചനമ പറയുന്നത്, ദൈവിക വെളിപ്പാട് പറയുന്നത്, മക്കളെ, ദൈവം കൂടെയുള്ള ഇസ്രായേൽ ജനത്തിന്റെ മുമ്പേ ദൈവം കൂടെ നടന്നപ്പോ ഞാൻ പറയുകയാണ്, ചെങ്കടലിന്റെ മുമ്പേ വന്ന് പകച്ചു നിൽക്കുന്നത് എന്താണെന്ന് അറിയാതിരിക്കുമ്പോ ആ പകച്ചു നിന്ന് സകലം അവസാനിച്ചു എന്ന് അവർ തന്നെ വിധി എഴുതുമ്പോ മിശ്രം സൈന്യം പുറകിലുണ്ട്. ഇരുവശത്തും 2 മലകളാണ്, മുമ്പിൽ ചെങ്കടലാണ്, പുറകെ മിശ്രം സൈന്യമുണ്ട്. ഒരു രക്ഷയുമില്ലാതെ മരണം മാത്രം മുമ്പിൽ കാണുമ്പോ അങ്ങനെ പകച്ചു നിൽക്കുന്നവരുടെ നടുവിൽ നിന്ന് പറയുകയാണ്, മറഞ്ഞു കിടക്കുന്ന വഴിയെ വെള്ളത്തിനകത്ത് തുറന്നു വെച്ച് ദൈവം പുറത്ത് നടക്കാൻ പറഞ്ഞു, മുമ്പോട്ട് നടക്കാൻ പറഞ്ഞു. ഞാൻ പറയുന്നു, എന്റെ കൂടെ ദൈവമുണ്ടെങ്കിൽ, നിങ്ങളുടെ കൂടെ ദൈവമുണ്ടെങ്കിൽ എല്ലാം അവസാനിച്ചു എന്ന് പറയുന്നിടത്ത് ആരംഭം കുറിക്കുന്ന ഒരു കർത്താവ്, അവസാനിച്ചെടുത്ത് നിന്ന് വഴി തുറക്കുന്ന ഒരു കർത്താവ്, എല്ലാം തകരുന്ന ഇടത്ത് നിന്ന് മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഒരു കർത്താവ്, വഴിയിൽ ഉപേക്ഷിക്കാത്ത ഒരു കർത്താവ്. നിങ്ങൾ പ്രവർത്തിക്കണ്ട, നിങ്ങൾ ചലിക്കണ്ട, നിങ്ങൾ നടക്കണ്ട, നിങ്ങൾ പണിയണ്ട. ഞാൻ പണിത പാത നിങ്ങൾക്ക് വേണ്ടി വിശാലമായി തുറക്കാം. എന്റെ ദൈവം ഇന്ന് പകലും ജീവിക്കുന്നു.
എല്ലാം അവസാനിച്ചെന്ന് പറഞ്ഞെടുത്ത് സ്വോത്രം ആരോടെ പറയുന്നു? ഇത് തകരാനുള്ള പടകാണ്. പടക് തകർന്നാലും ജീവൻ നൽകിയ കർത്താവ് അവൻ കര പറ്റിക്കുക തന്നെ ചെയ്യും. അവൻ കര പറ്റിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. അവൻ പടക് തകർന്നാലും പലക കഷ്ണം കിട്ടിയാൽ അതിനകത്ത് പിടിച്ചു കയറാൻ പറ്റുമെങ്കിൽ അല്പം വിശ്വാസം അകത്തുണ്ടെങ്കിൽ ആ വിശ്വാസത്തിനകത്ത് ദൈവത്തെ സ്തുതിച്ച് അവൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക. അവൻ നിന്നെ എത്തേണ്ട എടുത്തിച്ച് അവൻ ദൈവ അനുഗ്രഹത്തിന്റെ വാതിൽ തുറന്ന് നിന്നെ ഫലത്തീകരിക്കും. ആരെങ്കിലും അവസാനിച്ചെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ആരംഭം കുറിക്കുന്നത് ദൈവ വഴിയിലാണ്. സ്തോത്രം സ്തോത്രം. ഇടത്തോട്ടോ വലത്തോട്ടോ മാറിയിട്ടില്ലെങ്കിൽ ക്രിസ്തുവിൽ നിൽക്കുന്നെങ്കിൽ ഏത് പ്രവാചകൻ പ്രവചിച്ചാലും പണിയാൻ പറഞ്ഞ ദൈവമാണെങ്കിൽ, പൊക്കോളം പറഞ്ഞ ദൈവമാണെങ്കിൽ നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് എത്തുക തന്നെ ചെയ്യും. ആരെങ്കിലും ദൈവമക്കളെ, നിങ്ങൾ പണിയാൻ പറഞ്ഞ ദൈവമാണെങ്കിൽ, പൊക്കോളം പറയുന്ന ദൈവമാണെങ്കിൽ, ആരൊക്കെ എതിരെ നിന്നാലും നിങ്ങൾ ലക്ഷ്യസ്ഥാനത്ത് എന്താണോ ദൈവം നിങ്ങളോട് പറഞ്ഞത്, എവിടാണോ ദൈവം നിങ്ങളെ അയച്ചത്, എവിടാണോ ദൈവം നിങ്ങളെ അയക്കുന്നത്, അവിടെ എത്താതെ എന്റെ ഉപദേഷ്ടാവ് നമ്മൾ വെട്ടിപ്പൊളിച്ചതൊന്നല്ല ബാധ. എവിടെയൊക്കെയോ മറിഞ്ഞു കിടക്കുന്നൊക്കെ ദൈവം പുറത്തു കൊണ്ടുപോകും. അതിൽ ഞാൻ വിശ്വസിക്കുകയാണ്. എവിടെയൊക്കെ മറിഞ്ഞു കിടക്കുന്നതൊക്കെ മോശയ്ക്ക് അറിയത്തില്ല. അവിടെ അങ്ങനെ ഒരു പാതയുണ്ട്. അറിയാം, മോശയ്ക്ക് അറിയത്തില്ല. ഉണങ്ങിയ പാത കിട്ടി. കണ്ടത് ജനത്തിനറിയാവോ? ജനത്തിനറിയത്തില്ല. ഇങ്ങനെ ചെങ്കടലിൽ കൂടെ പോകാൻ പറ്റുമോ? ജനത്തിനറിയാമോ? ജനത്തിനറിയത്തില്ല. ഒരു കാലത്ത് സംഭവിച്ചിട്ടില്ല, ഒരു കാലത്ത് നടന്നിട്ടില്ല. ജനം നിലവിളിച്ചു, ജനം പേടിച്ചു, ജനം ഭയപ്പെട്ടു. ഹല്ലേലൂയ. ജനം പതറി. ചില വാക്ക് കേൾക്കുമ്പോ ഇങ്ങനെ നമ്മളും പതറും. നമ്മൾ ഇടറിപ്പോകും. ഹല്ലേലൂയ. നമ്മളും പതറി. വെളുപ്പാക്കങ്ങളെ 3 മണിക്ക് ഒരു പതർച്ചയോടെ ഞാൻ ഇരുന്നിട്ട് അന്നേരം മുട്ടുമണിക്ക് ദൈവച്ചനൽ പിന്നെ ഇരുന്നില്ല, മുടങ്ങിയില്ല. ഹല്ലേലൂയ. ഞാൻ പറയുകയാണ്, ആരൊക്കെ പ്രവചിച്ചാലും, ആരൊക്കെ പ്രതികൂലമായി എഴുന്നേറ്റാൽ, മക്കളെ, പ്രവചനവും വാഗ്ദത്തവുമുള്ള നിങ്ങളുടെ മുമ്പേ ഒരു ശത്രുവിന് എതിരെ നിൽക്കാൻ കഴിയാത്തതുപോലെ ആത്മാവിന്റെ ഒരു പ്രവർത്തനം ഈ ദിവസങ്ങളിൽ ചിലരുടെ മേല് വിശ്വസിക്കുന്നവരുടെ മേല് ദൈവം അയച്ചിട്ട് എല്ലാ എതിരികളെയും തകർത്ത് ജയാളിയായി മുമ്പോട്ട് പോകുന്ന, എല്ലാ പ്രതികൂലങ്ങളെയും മറികടന്ന് ജയാളിയായി മുമ്പോട്ട് പോകുന്ന ഒരു ദിവസമായിരിക്കും ഈ ദിവസങ്ങൾ. ഈ ഞായറാഴ്ച പകൽ പ്രഭാതത്തിൽ ഞാൻ ആത്മാവിൽ ദൂത് പറയുന്നു. ചിലരെയൊക്കെ വെല്ലുവിളികളെ അതിജീവിച്ച്, പ്രതികൂലങ്ങളെ അതിജീവിച്ച്, പ്രതിസന്ധികളെ മറികടന്ന് ദൈവാത്മാവിൽ ചലിക്കുന്ന ചലനത്തിന്റെ തുടക്കങ്ങളായിരിക്കും. അവസാനമല്ല, ആരംഭമായിരിക്കും. നെഹെമ്യാവിന്റെ മുമ്പിൽ വന്നിട്ട് ചിലരൊക്കെ പ്രവചിക്കുകയും ആലോചനയൊക്കെ പറഞ്ഞു. സൽബല്ലത്തും നോബിയാവും നബോധികർന്ന് പ്രവാചകർക്ക് കൂലി കൊടുത്ത് പ്രവചിക്കാൻ പോട്ടെ, ഇത് പൊളിഞ്ഞു പോകും. മക്കള് നിങ്ങളെ നോക്കി ആരെങ്കിലും അങ്ങനെ പറയണ്ടവരുടെ പോയി തകരുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും വിഷയം വരുമ്പോൾ വേദനപ്പെടും, പകരം എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞോണം, പോയി പണി നോക്കാൻ പറയണം. കാരണം ദൈവം എന്റെ ദൈവം, അത് ജീവനുള്ള ദൈവമാണ്. എനിക്ക് വേണ്ടി ഉപദേശിക്കുന്ന മറഞ്ഞിരിക്കാത്തൊരു ദൈവമാണ്. മറം നീക്കി പുറത്തു കൊണ്ടുവരുന്ന ദൈവമാണ്. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകത്തിന്റെ വെളിപ്പാട് റെവലേഷൻ മറം നീക്കി പുറത്തു കൊണ്ടുവന്ന പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. പലതും മറഞ്ഞിരിക്കുമ്പോ മറം നീക്കി പുറത്തു കൊണ്ടുവരുന്ന ഒരു പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെയുണ്ട്. ബൈബിളിൽ ഒരു പ്രവാചകനുണ്ട്. ഒരു പ്രവാചകനെ ദൈവം അയച്ചിട്ട് പ്രവാചകൻ പറയുന്നത് ഇങ്ങനെയാണ്. ഒരു പ്രവാചകൻ രാജാവിന്റെ അടുക്കലേക്ക് പ്രവാചകൻ അയക്കുന്ന പ്രവാചകൻ രാജാവിന്റെ ഒക്കെ അടുക്കലേക്ക് എത്തിയിട്ട് പ്രവചിച്ചു കഴിയുമ്പോഴത്തേക്കും രാജാവ് നല്ല സമ്മാനങ്ങൾക്ക് കൊടുക്കുമ്പോൾ പറയും, എനിക്കിതൊന്നും വേണ്ട, എന്റെ ദൈവം
ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ നിന്ന് വാങ്ങരുത്, ഭക്ഷിക്കരുത്, കുടിക്കരുത്, വന്ന വഴി തിരികെ പോകരുതെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോ അവൻ അപ്പുറത്തിരുന്ന് മറ്റൊരു പ്രവാചകൻ എഴുന്നേറ്റ് വന്നിട്ട് അവൻ യഥാർത്ഥ പ്രവാചകനെ കള്ളം പ്രവചിച്ചത് വശത്താക്കി ഒതുക്കി വെച്ച് അവന്റെ മരണം കണ്ടത് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നമുക്ക് വായിക്കാൻ പറ്റും. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ ദൂത് പറയാം, അവൻ എന്റെ ഉപദേഷ്ടാവ് എന്റെ കൂടെ ഉണ്ടെങ്കിൽ, അവനോട് കൂടെ നമ്മൾ നടക്കുകയാണെങ്കിൽ, അവനോട് കൂടെ നിങ്ങൾ നടക്കുകയാണെങ്കിൽ, ഒരു ദുർവ്യാപാരങ്ങളും പ്രവചനങ്ങളും നിങ്ങൾക്കെതിരെ വന്നാലും അവിടെ വെച്ച് നിങ്ങൾ വീണു പോകാതെ അവൻ മുമ്പോട്ട് ഓടുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധിച്ചെടുക്കാം. അവന്റെ വഴിവിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. മാറിയാൽ ദൈവാത്മാവ് സംസാരിക്കത്തില്ല, മാറിയാൽ ദൈവത്തിന്റെ ഉപദേശം കേൾക്കാൻ ഒക്കത്തില്ല. അവന്റെ വഴിയിൽ നിന്നാൽ, അവന്റെ വഴിയിൽ നടന്നാൽ, അവൻ പറയുന്ന പാതയിൽ കൂടെ സഞ്ചരിച്ചാൽ അവൻ അവസാനം കുറിച്ചെടുത്ത് ആരംഭം വെളിപ്പെടുത്തുന്ന അവൻ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകരം ആത്മാവ് നമ്മുടെ കൂടെ നിൽക്കുന്നു. നിങ്ങളുടെ അവസാനമല്ല, ആരംഭമാണ്. ഏതൊക്കെയോ വിഷയത്തിനകത്ത് ആത്മാവ് ആരംഭം തുടങ്ങുകയാണ്. എനിക്കറിയാം പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെടുമ്പോൾ എനിക്കറിയാം ഏതൊക്കെയോ വിഷയത്തിനകത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആരംഭം കുറിച്ചു തുടങ്ങി. എനിക്ക് വേണ്ടി ആരംഭിക്കുമെന്ന് എന്റെ ആത്മാവ്, നിങ്ങൾക്ക് വേണ്ടി ആരംഭിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. ആമേൻ, ഹല്ലേലൂയ. ആമേൻ, ആമേൻ. നല്ല വളരെ ശ്രദ്ധിക്കണം, ഈ കാലഘട്ടം വളരെ ശ്രദ്ധിക്കണം. നല്ല യാഥാർത്ഥ്യ പ്രവചനങ്ങളെ മറച്ചുകൊണ്ട്, യഥാർത്ഥ ദൈവശബ്ദത്തെ മറച്ചുകൊണ്ട് ചില കള്ള പ്രവചനങ്ങൾ, വെള്ള ന്യായവിധികൾ, കള്ള ആലോചനകൾ വെളിപ്പെട്ട് വന്നാൽ അത് നിങ്ങളുടെ ആത്മീയ ജീവിതത്തെ ബാധിക്കാം. നിങ്ങളുടെ നേർവഴികളെ മറിച്ചു കളയുന്ന ബിലയാമിന്റെ ഉപദേശം പോലെ ചില ബിലയാമിന്റെ ഉപദേശങ്ങൾ നിങ്ങളുടെ അടുക്കളയ്ക്ക് വന്നെന്ന് പറയാം. നേർവഴികളെ മറിച്ചു കളയുന്ന ഇരുട്ടിന്റെ അധികാരങ്ങളെ ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി വെളിപ്പെടുമ്പോൾ അങ്ങനെയുള്ള മുഖങ്ങൾ ഇന്ന് പകൽ തകർന്നു മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ ദൈവമക്കൾ തെറ്റിച്ചു കളയുന്ന, ദൈവമക്കളുടെ മുമ്പിൽ നിൽക്കുന്ന ഇരുട്ടിന്റെ ശക്തികളെ, ദുർപ്രചരണങ്ങളെ, ദുർവ്യാപാരങ്ങളെ നസ്രായനായ യേശുവിന്റെ നാമത്തിൽ തകരട്ടെ. വളരെ ശ്രദ്ധിക്കണം, ഈ കാലഘട്ടം വളരെ ശ്രദ്ധിക്കണം. അവൻ ഏതൊരു ആത്മാവിനെ വിവേചിക്കാന്ന് പറഞ്ഞതുപോലെ ഇത് എവിടെ നാം വരുന്നത് നമ്മൾ നല്ലതുപോലെ അറിയണം. സ്വയത്തിൽ നിന്നാണ്, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു ആരാധനയെ കുറിച്ച്, സ്വയത്തിൽ നിന്നാണോ അഭിനയമാണോ? ഹല്ലേലൂയ. നമ്മുടെ അകത്തു നിന്ന് വരുന്ന ദൈവിക പ്രവചനങ്ങളെ, ദൈവിക വാഗ്ദത്തങ്ങളെ. ആമേൻ, ആമേൻ. ഞാനും ഒരു പ്രവാചകൻ, അവിടെ പറഞ്ഞിട്ടുണ്ട്, ഞാനും ഒരു പ്രവാചകനാണ്, എന്നെ ദൈവം അയച്ചതാണ്, എന്നോടും ദൈവം സംസാരിച്ചു എന്ന് പറഞ്ഞിട്ട് കയറി വന്നിട്ട് പ്രവചിക്കുക. യഥാർത്ഥ പ്രവാചകനെ കഴിച്ചൊരു സിംഹം കടിച്ചു കൊന്നു കളഞ്ഞു. ആമേൻ, ഹല്ലേലൂയ. ആമേൻ. ശ്രദ്ധിക്കണം മക്കളെ, നമ്മുടെ കയ്യിൽ പകർന്നിരിക്കുന്ന ഉപനിധിയെ കാത്തുകൊള്ളാൻ നമ്മൾ വളരെ സൂക്ഷിക്കേണ്ടിയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ. ദൈവാത്മാവ് നമുക്ക് പകർന്നിരിക്കുന്ന നന്മകളെ, സമ്പത്തിനെ, അനുഗ്രഹത്തെ, സന്തോഷത്തെ, സമാധാനത്തെ നമ്മൾ വളരെയധികം സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. ചില വാക്ക് മതി ഒരു കുടുംബം തകരാൻ, ചില പ്രവൃത്തി മതി ഒരു കുടുംബം തകരാൻ, ചില പ്രവൃത്തി മതി ഒരു വ്യക്തി തകരാൻ, ഒരു വാക്ക് മതി ഒരു മനുഷ്യൻ മരിച്ചു വീഴാൻ. ഹല്ലേലൂയ. മനസ്സിലാകുന്നോ? ഹല്ലേലൂയ. ദുഷ്ടന്റെ ആലോചനകൾക്ക് ചെവി കൊടുക്കരുത്. ആമേൻ, ഹല്ലേലൂയ. ദുഷ്ടന്റെ ആലോചന പ്രകാരം വഴി നടക്കരുത്. 1-ാം സങ്കീർത്തനം 1-ാമത്തെ വാക്യം ഒന്ന് പെട്ടെന്ന് വായിച്ചു വിട്ടേ. ഹല്ലേലൂയ. ദുഷ്ടന്റെ ആലോചന പ്രകാരം നടക്കാതെയും നിൽക്കാതെയും ഇരിക്കാതെയും. ശ്രദ്ധിച്ച് കേട്ടണം ഇതൊക്കെ. ഹല്ലേലൂയ. ദുഷ്ടന്റെ ആലോചന പ്രകാരം. ആരുടെ ആലോചന? ദുഷ്ടന്റെ. ഹല്ലേലൂയ. നല്ല ആലോചനയല്ല ഇത്, ദുഷ്ടന്റെ ആലോചന. അതുവഴി നടക്കരുത്. ആമേൻ. പാപികളുടെ വഴിയിൽ നിൽക്കരുത്. ഹല്ലേലൂയ. നമ്മൾ നല്ലതുപോലെ ഒന്ന് മാറണം. ദൈവം നമ്മളോട് കൂടെ പ്രവർത്തിക്കാൻ തക്കതായ നല്ല ഫലമുള്ള, നമ്മൾ നേരത്തെ വായിച്ച മുന്തിരിവള്ളിയുടെ ശാഖകളായി ഞാനും നിങ്ങൾ നിൽക്കണം. ഹല്ലേലൂയ. ആലോചന ഏതാ? ആലോചന എവിടുന്ന? ആലോചന എന്തിനാണ്? എന്തിനാണ് ഈ ദുഷ്ടൻ എന്നോട് ആലോചന പറയുന്നത്? എന്തിനാ ദുഷ്ടൻ ആലോചന പറയുന്നത്? എന്തിനാ ഏതെങ്കിലും തോട്ടത്തിൽ പോയി ദുഷ്ടൻ ആലോചന പറഞ്ഞു? ഹല്ലേലൂയ. നല്ല കുടുംബജീവിതം നയിച്ച കുടുംബജീവിതം തകർന്നോ? ഹല്ലേലൂയ. സമാധാനത്തിൽ കിടന്ന കുടുംബം തകർന്നോ? ഹല്ലേലൂയ. സമാധാനം ഉണ്ടായിരുന്ന വ്യക്തിയുടെ സമാധാനം നഷ്ടപ്പെട്ടോ? നല്ല പാതയിൽ കൂടെ നടന്നവർ മുള്ളു പറക്കറിയുന്ന പാതയിൽ കൂടെ നടന്നോ? ഹല്ലേലൂയ. ശ്രദ്ധിക്ക്, വളരെ ശ്രദ്ധിക്ക്. ദൈവത്തിന്റെ ആലോചന, വചനത്തെ മുറുകെ പിടിക്ക്.
ഹല്ലേലൂയ. ദൈവവചനത്തിന്റെ ശക്തി നമ്മൾ നേടുക. ഹല്ലേലൂയ. വചനത്തിന്റെ ശക്തിയിൽ ഓടി നടക്കുക. ആത്മാവിനോട് ചേർന്ന് നിൽക്കുക. എവിടെയും പരാജയപ്പെടത്തില്ല. ആരെങ്കിലും അവസാനം കുറിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ആരംഭം ഉണ്ടാകും. ആമേൻ. ഹല്ലേലൂയ. ആരംഭം ഉണ്ടാകും. ഹല്ലേലൂയ. നമ്മൾ പരാജയപ്പെടുന്നതിന്റെ ചില കാരണങ്ങൾ നമ്മൾ ദുഷ്ടന്റെ ആലോചന കേൾക്കും. ചിലപ്പോൾ ആമേൻ. ചില കാരണങ്ങൾ അവൻ പാവിയുടെ വഴിയിൽ നിൽക്കും. നമ്മൾ ചില കാരണങ്ങൾ ആമേൻ. പരിഹാസികളുടെ ഇരിപ്പിടത്തിലിരിക്കും. ചില കാരണങ്ങൾ അറിയത്തില്ല. നമ്മുടെ മേൽ കിടക്കുന്ന കൃപാവരകൾ ചോർന്നു പോകുന്ന അറിയത്തില്ല. നമ്മുടെ നിൽക്കുന്ന പരിശുദ്ധാത്മാവ് മാറിപ്പോകുന്ന നമ്മൾ അറിയത്തില്ല. ചില കാരണങ്ങൾ. ഹല്ലേലൂയ. എല്ലാം വന്ന് ഞാൻ പറയുന്നില്ല. ചിലത് അമ്മ നമ്മളിവിടെ പരിശുദ്ധാത്മാവ് നിൽക്കുക. എപ്പോഴാണ് ഞാൻ ദുഷ്ടന്റെ ആലോചന കേൾക്കാൻ പോകുന്നത്? അമ്മേ. ഹല്ലേലൂയ. സ്തോത്രം. ഈ കഴിഞ്ഞിടയ്ക്ക് ഞാൻ ചിന്തിച്ചു, കുറെ കാര്യങ്ങൾ ചിന്തിച്ചു. എടാ, ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് കൂടി ഇരിക്കുമ്പോ, ദൈവം നമ്മോട് കൂടി ഇരിക്കുമ്പോ അമ്മ ദുഷ്ടന്റെ ആലോചന കേൾക്കേണ്ട ആവശ്യമുണ്ടോ? ഇപ്പൊ പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിക്കുന്ന പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിക്കുമ്പോ, നിങ്ങളോട് സംസാരിക്കുമ്പോ നിങ്ങളോട് മറ്റൊരാൾ സംസാരിക്കേണ്ട ആവശ്യമുണ്ട്. യാഥാർത്ഥ്യമായി പരിശുദ്ധാത്മാവ് സംസാരിക്കുമ്പോ പിന്നെന്തിനാണ് വേറൊരു ഉപദേശത്തിന്റെ ആവശ്യം? ശരിയാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങളുടെ പരിശുദ്ധാത്മാവ് നല്ലതുപോലെ സംസാരിക്കും. നിങ്ങളോട് പറയുന്നു, മോനെ അങ്ങോട്ട് പോകരുത്, ഒരു വാക്ക് പറയാണ്, പോകരുത്. പക്ഷെ നിങ്ങളുടെ പരിശുദ്ധാത്മാവ് സംസാരിച്ചു. പിന്നെ എന്തിനാണ് ഒരു മാനുഷിക ശബ്ദത്തിന്റെ ആവശ്യം? ഹല്ലേലൂയ. അപ്പൊ ആരുടെ ആലോചന കേട്ടു? ആലോചന മാറി. ദൈവാത്മാവ് എന്നെ നടത്താൻ ആഗ്രഹിച്ചു. പക്ഷെ ഞാൻ ദൈവത്തിന്റെ വഴിവിട്ട് മറ്റൊരു വഴിയിലേക്ക് തിരിഞ്ഞു. എന്റെ റൂട്ട് തിരിഞ്ഞു. അപ്പോൾ ദൈവം എന്റെ കൂടെ ഇല്ല. നമ്മെ ദുഷ്ടന്റെ ആലോചന ഞാൻ കേട്ടു. നമ്മെ പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ അവൻ എന്നെ കൊണ്ടിരുത്തും. അവൻ പാപികളുടെ വഴിയിൽ അവൻ എന്നെ നടത്തും. എന്റെ ദൈവത്തിന്റെ ആലോചനയ്ക്ക് വിരോധമായി ഞാൻ ആലോചന സ്വീകരിച്ചാൽ, ദൈവത്തിന്റെ ആലോചനയ്ക്ക് വിരോധമായി ഞാൻ വാക്കുകൾ കേട്ടാൽ, ദൈവത്തിന്റെ പ്രവചനത്തിന് വിരോധമായി ഞാൻ പ്രവചനം കേട്ടാൽ, അവൻ ആ പ്രവചനങ്ങൾ ശരിയായിരിക്കണമെന്നില്ല, ആ വാക്കുകൾ ശരിയായിരിക്കണമെന്നില്ല, ആ വഴികൾ ശരിയായിരിക്കണമെന്നില്ല. അമ്മൻ ദുഷ്ടന്റെ വഴികളോ മരണ വഴികൾ എത്ര സ്വന്തം വഴികൾ അവസാനം അതിന്റെ മരണ വഴികളിലേക്ക് കൊണ്ടുപോകുന്നു. എന്നാൽ പരിശുദ്ധാത്മാവിന്റെ വഴികളോ അത് ജീവനുള്ള വഴിയിലേക്ക് കൊണ്ടുപോകുന്നു. അവൻ നിത്യജീവനിലേക്ക് കൊണ്ടുപോകുന്നു. അവൻ ജീവന്റെ ഉറവിലേക്ക് എന്നെ കൊണ്ടുപോകുന്നു. യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ആ ഞാനാണ് നിങ്ങളുടെ ആരംഭം. ആ ഞാനാണ് നിങ്ങളുടെ അന്ത്യം. ആദ്യനും അന്ത്യനുമായവൻ ഞാനാണ്. ഹല്ലേലൂയ. ഓ ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. വളരെ ചിന്തിക്കണം ഈ കാലഘട്ടം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വ്യത്യസ്തരായി എഴുന്നേൽക്കാൻ നമ്മൾ തുടങ്ങുമ്പോ, അവൻ ദൈവത്തിന്റെ വഴിയിൽ നടക്കാൻ തുടങ്ങുമ്പോൾ, അവൻ വേറെ ഒരു മാനുഷിക ഉപദേശങ്ങളും നമ്മളെ തകർക്കത്തില്ല. അവൻ ഏത് ഉപദേശം വന്നാലും നമുക്കറിയാം ഇത് മാനുഷികമാണോ ജഡമാണോ, അവൻ ബലഹീന മനുഷ്യനിൽ നിന്നാണോ എന്ന് നമുക്കതിൽ നിന്ന് അറിയാൻ പറ്റും. ഉപദേശങ്ങൾക്കകത്ത് നല്ല ഉപദേശങ്ങൾ കേൾക്കണം, നല്ല സാരം കേൾക്കണം, നല്ലതിനെ തിരഞ്ഞെടുക്കണം, നല്ലതിനെ വിട്ടുകളയും, എല്ലാം മുറുകെ പിടിക്കും. എല്ലാ ഉപദേശവും എല്ലാവർക്കും വേണം. ഇവിടെ 50 പേരിരുന്നാലും 100 പേരിരുന്നാലും 1000 പേരിരുന്നാലും 1000 പേർക്കുള്ള ഒരാൾക്കുള്ള ഉപദേശം 1000 പേരും എടുക്കരുത്. ഞാൻ പ്രസംഗിക്കുമ്പോൾ തുറന്നു പറയും, ഒരാൾക്കുള്ളത് നിങ്ങൾക്കുള്ളത് നിങ്ങൾ എടുത്തോളൂ, അടുത്തുള്ളയാൾക്കുള്ളത് അടുത്തുള്ളയാൾക്കുള്ളത്, ആർക്കുള്ളതാണ് അവർക്കുള്ളത് എടുത്തോളൂ, അല്ലാത്തതിനെ വിട്ടുകളഞ്ഞോ. അതെല്ലാം കൂടെ കയറി പിടിച്ച് ചോക്കാൻ പറ്റുക, എടുക്കാൻ പറ്റില്ല. ഇല്ല, എല്ലാം കിട്ടും. ഇപ്പൊ നമ്മൾ ഇത്രയും പേര് ഇരിപ്പുണ്ട്, ഇത്ര പേര് ഓരോ ചുമടുണ്ട്. ഈ ചുമടെല്ലാം കൂടെ ഞാൻ എടുക്കാമെന്ന് എനിക്ക് പറ്റിയ ഞാൻ വീണു പോകും, ഞാൻ തകർന്നു പോകും. അതുകൊണ്ട് നിങ്ങൾക്കുള്ളത് എന്താണോ അവനവനുള്ളത് എടുക്കുക. അവൻ നേരെ ആ വഴിയിൽ നമുക്ക് നടക്കാൻ പറ്റും, ഓടാൻ പറ്റും, തളരത്തില്ല, തളരാതെ വീഴാതെ നല്ലതുപോലെ ഓടാൻ പറ്റും. ഹല്ലേലൂയ. നമ്മെ മനസ്സിലാകുന്നു. ഇവിടെ ആ പ്രവാചകൻ മരിക്കാൻ കാരണം യാഥാർത്ഥ്യമായതിന് ദൈവശബ്ദത്തെ അവഗണിച്ചത് കൊണ്ടാണ്. നമ്മൾ ദൈവശബ്ദത്തെ അവഗണിക്കരുത്, ദൈവശബ്ദത്തെ മുറുകെ പിടിക്കണം. നെഹമ്യാവ് മുറുകെ പിടിച്ച് ആലയപ്പെടുന്നു. ഒരു വാക്ക് നെഹമ്യാവിന് വേണ്ടി സംശയിച്ചു. ഹല്ലേലൂയ. എന്നോട് പറഞ്ഞത് കർത്താവ്, എന്നെ അയച്ചത് കർത്താവ്, എന്നെ നിർത്തിയത് കർത്താവ്, എന്നെ പണിപ്പിക്കുന്ന കർത്താവ്, എന്റെ കരുത്തിന്റെ ശക്തി കർത്താവ്. അമ്മ അവിടെ പറയുന്ന ഒരു വാക്കുണ്ട്, എന്നെ ഭയങ്കരമായിട്ട് ചിന്തിപ്പിച്ച ഒരു വാക്കുണ്ട്. അതിന്റെ അവസാനത്തെ വാക്കത്ത് അവർ എപ്പോഴും കുളിക്കുന്ന സമയത്ത് കൂടെ ആയുധം ധരിച്ചുകൊണ്ട് നിന്നു.
നമുക്ക് ഏത് സമയത്തും മക്കളെ പ്രാർത്ഥനയും അകത്ത് ധ്യാനവും ആത്മീയ ഗീതങ്ങളൊക്കെ അകത്തു നിന്ന് പുറത്തോട്ട് വന്നുകൊണ്ട് ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വളരെ വ്യത്യസ്തമായ നിലവാരത്തിൽ നമുക്ക് മുമ്പോട്ട് വിടാൻ കഴിയും. ഹല്ലേലൂയ. ആമേൻ ആമേൻ. ഒരു സംശയമുണ്ട് നിങ്ങൾക്ക്, ഒരു സംശയമുണ്ട്. ദൈവത്തിന്റെ ആത്മാവിന്റെ നിറവ് എത്രത്തോളം നമ്മൾ നിറയ്ക്കാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ നിറയ്ക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന മറ്റെല്ലാ നെഗറ്റീവ് എനർജികളെയും തകർത്തിട്ട് ഒരു പോസിറ്റീവ് എനർജി തന്ന് ആരംഭം കുറിച്ചവൻ അന്ത്യത്തോളം കൊണ്ടുവരുമെന്ന് അകത്ത് വിശ്വസിച്ചേറ്റെടുത്ത് അവനോട് കൂടെ നടന്നാൽ അവൻ നമ്മളെ നേരായ പാതയിൽ നടത്തുകയും ബൈബിൾ പറയുന്നു അവർ പുറത്തിറങ്ങുകയും അവൻ മടങ്ങി വന്ന് മേവൻ മടങ്ങി വരികയും ചെയ്യുന്നുണ്ട്. പുറത്ത് എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു, അവർ പുറത്തു പോകുന്നു, മേച്ചൽ കണ്ടെത്തുന്നു, മടങ്ങി വരുന്നു. ഇതുപോലെ തന്നെ അവൻ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്ന, ആ ശബ്ദത്തിൽ നടകൊള്ളുന്ന, ആ ശബ്ദത്തിൽ നടക്കുന്ന ഓരോ വ്യക്തിയും അവന്റെ ശബ്ദം കേൾക്കുന്നു, അവന്റെ ആലോചന കേൾക്കുന്നു, അവർ പുറത്തേക്ക് ഇറങ്ങുന്നു, അവർ മടങ്ങി വരുന്നു, മേച്ചൽ കണ്ടെത്തുന്നു. അതിന്റെ അർത്ഥം എന്താ? അവൻ അധ്വാനിക്കാൻ പുറത്തു പോയാലും നന്മകൾ കൊണ്ട് മടങ്ങി വീട്ടിനകത്തേക്ക് വരുന്നു. അവന് ശരിയായ വഴി യേശു കർത്താവാണ്. യേശു കർത്താവാണ് ശരിയായ വഴി കാണിച്ചു കൊടുത്തത്. ആ വഴിയിൽ തന്നെ അവൻ സഞ്ചരിച്ചെന്നാണ് എന്റെ അർത്ഥം. ഹല്ലേലൂയ. അമ്മേ മക്കളെ, നമ്മൾ ഓരോരുത്തരും ദൈവ വഴിയിൽ ശരിക്കും ഇടത്തും വലത്തും നീതിയുടെ ആയുധങ്ങൾ പിടിച്ച് യാഥാർത്ഥ്യമായി മറ്റൊരു ശബ്ദം കേൾക്കാതെ, മറ്റൊരു ഇടർച്ചകൾ നമ്മുടെ അകത്ത് വരാതെ, മറ്റൊരു കേൾവികൾക്ക് ചെവി കൊടുക്കാതെ, ദൈവ ശബ്ദം കേട്ട് ദുഷ്ടന്മാരുടെ ആലോചന കേൾക്കാതെ, പാപികളുടെ വഴിയിൽ നിൽക്കാതെ, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ നിൽക്കാതെ ദൈവ വഴിയിലും ദൈവ സാന്നിധ്യത്തിൽ ദൈവ മഹത്വത്തിൽ നടക്കുന്നെങ്കിൽ നിമിഷങ്ങൾക്കകം ചില വാതിലുകൾ സ്വർഗം തുറക്കും. സ്വർഗം അങ്ങനെ സ്വർഗം തുറന്നാൽ പിന്നെ ആരും അടയ്ക്കത്തും. സ്വർഗം ഒരു വാതിൽ തുറന്നാൽ ആർക്കും അടയ്ക്കാൻ പറ്റുക. ചെങ്കടൽ തുറന്നാൽ ദൈവം തുറന്നതാണെങ്കിൽ പിന്നെ അത് ദൈവം തന്നെ വിചാരിക്കും. അമ്മൻ അല്ലേ? ഹല്ലേലൂയ. ഇനി ഞാനൊരു കാര്യം പറയാം. നമുക്ക് വേണ്ടി ദൈവം ഒരു വാതിൽ തുറന്നാൽ നമുക്കതിനെ അടയ്ക്കാം. ഹല്ലേലൂയ. സ്വന്തം നമ്മൾക്ക് തുറന്ന വാതിൽ നമുക്ക് അടയ്ക്കാൻ പറ്റും. ഒരു മനുഷ്യന് തന്ന എന്ത് നന്മയെ നാം മനുഷ്യൻ അടയ്ക്കാൻ പറ്റും. മനുഷ്യന്റെ ജീവിതത്തിന്റെ പ്രവൃത്തികൾ, വിശ്വാസങ്ങൾ, വിശ്വാസ ജീവിതങ്ങൾ ഇതുകൊണ്ട് തന്നെ ഓരോരുത്തരെ അടയ്ക്കാനും പറ്റും, തുറക്കാനും പറ്റും. അമ്മ പറഞ്ഞില്ലല്ലോ. ഹല്ലേലൂയ. മക്കളെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന കൃപകളെ, നമുക്ക് ലഭിച്ചിരിക്കുന്ന ടാലന്റുകളെ, നമുക്ക് ലഭിച്ചിരിക്കുന്ന ആത്മീക വിശ്വാസത്തെ അത് മുറുകെ പിടിച്ചുകൊണ്ട് പ്രതിസന്ധിയിലും പ്രതികൂലത്തിനകത്തും ദൈവ ശബ്ദത്തിന് മാത്രം കാതോർത്ത് നടക്കുകയാണെങ്കിൽ നമ്മൾ വിജയിച്ചു. നമ്മൾ വിജയിച്ചു. ഇല്ലെങ്കിൽ നമ്മൾ പരാജയപ്പെട്ടു, പതറിപ്പോയി ജീവിതത്തിൽ, തകർന്നു പോയി ജീവിതത്തിൽ. ആരംഭമൊക്കെ ദൈവം തുറക്കുമ്പോ ആരംഭമൊന്നും നമുക്ക് മനസ്സിലാകത്തില്ല. അമ്മേൻ ഹല്ലേലൂയ. നമ്മുടെ ജീവിത വഴികളൊക്കെ ദൈവം തുറക്കുമ്പോ അതൊന്നും നമുക്ക് മനസ്സിലാകത്തില്ല. അമ്മേൻ ആമേൻ ഹല്ലേലൂയ. എല്ലാരും പറയും അന്ത്യകൂദാശയ്ക്കൊക്കെ സമയമെന്ന് പറയും. ദൈവം ആദ്യം ആ ആരംഭ കൂദാശയ്ക്ക് യേശു കർത്താവ് വരുത്തും. അമ്മേൻ ഹല്ലേലൂയ. അമ്മേൻ അങ്ങനെ എന്റെ യേശു കർത്താവ്. എനിക്ക് മനസ്സിലായത് അങ്ങനെ. ഹല്ലേലൂയ. ദൈവം ആരംഭമാണ്. എന്റെ ജീവിതത്തെ ആരംഭം തുടങ്ങിയത് യേശുവാണ്. നിങ്ങളുടെ ജീവിതത്തിന്റെ ആരംഭം യേശുവാണ്. നിങ്ങളുടെ ജീവിതത്തിന്റെ വഴികൾ യേശുവാണ്. നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ പ്രവൃത്തികളും യേശുവാണ്. അവൻ നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ വഴികളിലും നിങ്ങൾ നടത്തുന്നത് യേശുവാണ്. അങ്ങനെയാണെങ്കിൽ അന്ത്യത്തോളം നടത്താം. അന്ത്യത്തോളം നടത്താൻ. ഹല്ലേലൂയ. അവൻ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. മരുഭൂമിക്ക് അകത്തൂടെ നടക്കുന്ന ജനത്തിന് ചെങ്കടലിൽ വഴി തുറന്നു. അവൻ മരുഭൂമിയിൽ ചെന്ന് ദാഹിച്ചും അവര് വലഞ്ഞു നിൽക്കുന്ന സമയത്ത് എല്ലാവരും പറഞ്ഞു, ഞങ്ങൾ ഇവിടെ മരിച്ചു വീഴും, ഞങ്ങൾക്ക് മിശ്രമായിരുന്നു ഭേദം. അങ്ങനെ പറയുമ്പോ ഒരിക്കലും പ്രതീക്ഷയില്ലാത്ത പാറയ്ക്കകത്തുനിന്ന് വെള്ളം പുറപ്പെടുവിച്ച് അവർക്ക് മതി വരുവോളം കുടിച്ച് ജീവിപ്പിച്ച് ബലം പ്രാപിച്ചെങ്കിൽ ഹല്ലേലൂയ അവൻ മരണം കുറിച്ചെടുത്ത് അവസാനം കുറിച്ചെടുത്ത് ദൈവം അവിടെ വീണ്ടും ആരംഭം കുറിച്ചെങ്കിൽ ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ ദൂത് വീണ്ടും പറയുകയാണ്. ഒരിക്കൽ ആരംഭം ഉണ്ടായിരുന്നു, വീണ്ടും അതിന് അവസാനം എന്നതുപോലെ ചില ജീവിതങ്ങൾ വഴിമുട്ടി നിൽക്കുന്നെങ്കിൽ വീണ്ടും ഒരു ആരംഭം കുറിക്കാൻ എന്റെ ദൈവത്തിന് കഴിയും. അവിടെ വെച്ച് മോശ ദൈവത്തോട് നിലവിളിച്ച്, ദൈവമേ, ഇവത്തിന് വേണ്ടിയോ നീ എന്നെ ഇവിടെ കൊണ്ടുവന്നത്? ഈ ജനത്തിന്റെ പൊതുവർക്ക് കേൾക്കാൻ വേണ്ടിയോ എന്ന് ചോദിച്ച സമയത്ത് മോശയോട് ദൈവം പറയുന്നു, മോശേ, നിന്റെ കീഴിലെ വഴിയെടുത്ത് പാറ അടിക്ക്, അതിനകത്തൊന്ന് ജീവജല നദി പുറപ്പെട്ടതുപോലെ ഇന്ന് പകൽ ചിലരൊക്കെ ആരംഭം കുറിച്ച് വീണ്ടും അവസാനം
അവസാനത്തിലേക്ക് പോയി. അവൻ കർത്താവ് എന്ന് പറയുന്നു, വീണ്ടും ഒരു ആരംഭം കുറിക്കാം. അവൻ നിന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടെടുത്ത്, നിന്റെ ജീവിതത്തിൽ തകർന്നു പോയെടുത്ത്, നിന്റെ ജീവിതത്തിൽ മരണവിധി വെളിപ്പെടുത്തെടുത്ത് വീണ്ടും ഒരു ആരംഭം കുറിക്കാം. എനിക്ക് കഴിയും. അവൻ നീ എന്റെ അടുക്കിലേക്ക് മടങ്ങി വാ, നീ എന്റെ അടുക്കിലേക്ക് കയറി വാ, ഞാൻ നിന്റെ ജീവിതത്തെ വീണ്ടും ആരംഭിക്കാം. അവൻ ദൈവം വീണ്ടും ആരംഭിക്കും. നമ്മളൊന്ന് വിട്ടുകൊടുത്താൽ മതി. ദൈവസന്നിധിയിലേക്കൊന്ന് എറിഞ്ഞു കൊടുക്കന്നെ, ദൈവസന്നിധിയിലേക്കൊന്ന് വിട്ടുകൊടുക്കുക. അവൻ ഞാൻ മക്കളെ, ഞാൻ ഇന്ന് പറയുന്നു ഒരു കാര്യം പറയുന്നു. അവൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ മേൽ ഇറങ്ങി നിൽക്കുമ്പോ, അവൻ ദൈവത്തിന്റെ ആത്മാവ് സംസാരിച്ച വചനങ്ങൾ, ദൈവത്തിന്റെ ആത്മാവിനാൽ കേട്ട ദൂതുകൾ, അവൻ അതിന് ആരംഭം കുറിക്കാൻ സമയമായി. ആ ആരംഭത്തിലേക്ക് നിങ്ങളൊന്ന് കയറി നിൽക്കാൻ, സ്റ്റെപ്പ് വെക്കാൻ തയ്യാറായാൽ അവൻ പൂർത്തീകരിക്കാൻ ദൈവം തയ്യാറായി. ആമേൻ, ഹല്ലേലൂയ. അമേൻ, അമേൻ. ദൈവം തയ്യാറാ. അവൻ നെഹെമ്യാവ് സൽബല്ലെന്നും തോബിയാവ് പറഞ്ഞു പൊളിഞ്ഞു പോകുമെന്ന്. അന്നവിടെ എല്ലാവരും പറഞ്ഞു പണി പൂർത്തീകരിക്കാൻ സമ്മതിക്കത്തില്ലെന്ന്. പക്ഷേ അവൻ നെഹെമ്യാവ് ആരംഭം കുറിച്ചത് ആര് പറഞ്ഞിട്ടാണ്, ആരുടെ ശബ്ദം കേട്ടോ ഇറങ്ങി തിരിച്ചെന്ന് നെഹെമ്യാവിന് നല്ല ബോധമുണ്ടായിരുന്നു. ആ ബോധമുള്ള നെഹെമ്യാവ് ആരുടെയൊക്കെ ശബ്ദം കേട്ടിട്ട്, ആരുടെയൊക്കെ വാക്ക് കേട്ടിട്ട് അവിടെ ഒന്നും പതറിയില്ല. അവൻ പതറാതെ ദൈവത്തോട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ആ പ്രാർത്ഥന മാറിപ്പോ ഇല്ല. ആ പ്രാർത്ഥനയുടെ മറുപടി അവന്റെ കണ്ട് സന്തോഷിച്ചു. അവന്റെ ആയുസിനകത്ത് സകലതും അവന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടു വന്നു. ഇന്ന് പകലിന് ആത്മാവിൽ ദൂത് പറയുന്നു, ഒരു കൂട്ടം ജനം ആരാധിപ്പാൻ സ്ഥലമില്ലാതെ, യാഥാർത്ഥ്യം മനസ്സിലാകാതെ ദേവന്മാരെ മത്സരിക്കുമ്പോ, അല്ല അന്യാരാധനയ്ക്ക് വഴിമുടക്കുമ്പോ, അവൻ അതിന്റെ നടുവിൽ വെച്ചൊരാലയം പണിത് നെഹെമ്യാവ് പ്രാർത്ഥിച്ചു. അവൻ കർത്താവേ, എന്റെ അടുക്കലേക്ക് നീ ഇറങ്ങി വരണമേ, ജനത്തിന്റെ പാപങ്ങൾ മായ്ക്കണമേ, ഈ ജനം നീ ദൈവമെന്ന് അറിയേണ്ടതിന് അവൻ ഇന്ന് പകൽ മടങ്ങി വന്ന് ഞങ്ങളിതാ നിന്നോട് യാചിക്കുന്നു, വീണ്ടും ഞങ്ങൾക്കൊരു അഭിവൃദ്ധി വെളിപ്പെടാൻ. ശത്രുക്കൾ നല്ലതുപോലെ നോക്കി. അമ്മൻ നോക്ക്, ഞാൻ മനസ്സിലാക്കണം, പിശാച എങ്ങനെയൊക്കെ കൊണ്ടുവരുമെന്ന് നോക്കണം. ഒരു മനുഷ്യന്റെ വെളിപ്പാടിനെ, ദർശനത്തെ തടയാൻ അവൻ പിശാച് ഏതൊക്കെ വഴികൾ എടുത്തെന്ന് ആലോചിച്ച് നോക്കണം. ഹല്ലേലൂയ. മനസ്സിലാക്കുന്ന നിങ്ങൾക്കൊക്കെ അവൻ മക്കളെ, നമ്മൾ ഇതിനൊക്കെ അതാ ഞാൻ പറയുന്നത്, നല്ല വിവേകമില്ലാതിരുന്നാൽ, നല്ല കാഴ്ചപ്പാടില്ലാതിരുന്നാൽ, നല്ല വെളിപ്പാടില്ലാതിരുന്നാൽ നമ്മളെയും ശത്രു കയ്യിലെടുക്കാം. ആമേൻ, ഹല്ലേലൂയ. നിങ്ങളെയും കയ്യിലെടുക്കാം, എന്നെയും കയ്യിലെടുക്കാം. ആമേൻ, ആമേൻ. അതിന് യാതൊരു മടിയില്ല. പിശാച് ഏത് തന്ത്രം ഉപയോഗിക്കും. അതുകൊണ്ട് ബൈബിള് പറയുന്നേ, നിങ്ങൾ അവരുടെ തന്ത്രത്തെ അറിയാത്തവരല്ലല്ലോ. ആമേൻ. ആദ്യം മുതൽ സംഭവിച്ചതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. ഹല്ലേലൂയ. ഏതെങ്കിലും സംഭവിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. അവൻ നമുക്ക് ഈ ബൈബിളിൽ ദൃഷ്ടാന്തമായി എഴുതി തന്നിരിക്കുന്നത്, ഈ വചനം എഴുതി തന്നിരിക്കുന്നത്, അവൻ ഏതെങ്കിലും സംഭവിച്ചത് മുതൽ തുടക്കം മുതൽ എഴുതി വെച്ചത് എന്തിനാ? അവൻ പിശാച് തന്ത്രത്തോടെ വന്ന് അവരെ നന്മകളെ അടിച്ചുകൊണ്ട് പോകുമ്പോ, അവൻ സന്തോഷമുള്ള ജീവിതം തകർത്ത് കളയുമ്പോ, മുള്ള പറക്കാരയിലേക്ക് ഇറക്കി വിടുമ്പോ, അവൻ വെറുതെ നമ്മൾ ഇറക്കി വിട്ടു എന്ന് പറഞ്ഞു പോകാനുള്ളതല്ല, ഇറക്കി വിട്ടു എന്ന് വായിച്ചു വിടാനുള്ളതല്ല. എന്തുകൊണ്ട് ഇറക്കി വിട്ടു? അവൻ തന്ത്രത്തോടെ വന്നു. ഉപായത്താൽ ഹവ്വായെ ചതിച്ചതുപോലെ ചത്തുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് പൗലോസ് പറയുന്നു. അതിന്റെ അർത്ഥം എന്താ? ഹവ്വായെ തന്ത്രത്തോടെ വന്ന് ചതിച്ചു. അവർക്കുണ്ടായിരുന്ന സന്തോഷം നഷ്ടപ്പെടുത്തി, അവർക്കുണ്ടായിരുന്ന ആനന്ദം നഷ്ടപ്പെടുത്തി, അവർക്കുണ്ടായിരുന്ന ദൈവമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടുത്തി, അവർക്ക് വന്നിട്ട് മുള്ളും പറക്കാരയും കൊടുത്തു. ഇതുപോലെ നല്ലതിൽ നിന്ന് നാമെ അടർത്തി മാറ്റി അവൻ ശത്രു വയ്ക്കുന്ന സകല കെണികൾക്കകത്തും കൊണ്ടുപോകാൻ തക്കവണ്ണം അവൻ നമ്മുടെ അടുക്കൽ തന്ത്രത്തോടെ വന്ന് അവൻ നമ്മുടെ തന്ത്രങ്ങൾ മനഞ്ഞ്, ഉപായങ്ങൾ പറഞ്ഞ്, ഉപായത്തിന്റെ ഉപദേശങ്ങൾ കടത്തിവിട്ട് നമ്മളെ എല്ലാവരും തന്ത്രത്തിൽ കുടുക്കി അവൻ നല്ലതിനെ നഷ്ടപ്പെടുത്താൻ, സമാധാനത്തെ നഷ്ടപ്പെടുത്താൻ, സന്തോഷത്തെ ഇല്ലായ്മയാക്കാൻ പിശാച് ശ്രമിക്കുമ്പോ ഇന്ന് പകൽ തിരിച്ചറിയോ, അവൻ സത്യത്തിന്റെ ആത്മാവ് നമ്മളിൽ വരുമ്പോഴോ അവൻ നമ്മുടെ സകല സത്യത്തിലും അവൻ വഴി നടത്ത്. ഇന്ന് പകൽ അങ്ങനെ ഒരു ആത്മാവ് എന്റെ നിങ്ങളുടെ അകത്ത് വസിക്കട്ടെ. അവൻ സത്യത്തിന്റെ ആത്മാവ്, അവൻ സകല സത്യത്തിലും വഴി നടത്തുന്ന അവൻ സത്യാത്മാവ്. സത്യത്തിന്റെ ആത്മാവ് ഉണ്ടെങ്കിൽ ആ വ്യക്തി സത്യം എപ്പോഴും സത്യം പറയും. കള്ളം പറയാൻ പാതുറക്കത്തില്ല. ഹല്ലേലൂയ. കട്ടിയ വിഷയം കുഴപ്പമില്ല, പ്രസംഗിച്ചല്ലേ പറ്റുള്ളൂ.
ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ ഉപദേശത്തിന് മാറ്റം വരാൻ പറ്റുമോ? ദൈവവചനത്തിന് മാറ്റം വരാൻ പറ്റത്തില്ല. ഹല്ലേലൂയ, സ്തോത്രം. അമ്മ സത്യത്തിന്റെ ഒരു ആത്മാവ് ഒരു മനുഷ്യന്റെ അകത്ത് കയറി കഴിഞ്ഞാൽ ആ മനുഷ്യൻ സത്യത്തിന് യഥാർത്ഥമായ ഒരു പുരുഷൻ, യഥാർത്ഥമായ ഒരു കുടുംബജീവിതം നയിക്കുന്ന ഒരു പുരുഷൻ ഏത് സ്ത്രീകളെ കണ്ടാലും തന്റെ ഭാര്യയെ വിട്ട് മോഹിക്കാൻ പോകുന്നില്ല. അത് സത്യം. മറിച്ച് ആണ് അവന്റെ ചിന്തയെങ്കിൽ അത് മിഥ്യ, അല്ലെങ്കിൽ കപടമുള്ളത്. യാഥാർത്ഥ്യം സത്യം. അവൻ സത്യം, സത്യം നമ്മളെ സ്വതന്ത്രരാക്കും. അവൻ സത്യം എന്നെ സ്വതന്ത്രരാക്കും. എന്നുള്ള സത്യം എന്റെ കുടുംബത്തെ സ്വതന്ത്രമാക്കും. അവൻ സത്യം എന്നിൽ വസിക്കുമ്പോ, ഹോളി സ്പിരിറ്റ് സത്യം നിങ്ങളിൽ വസിക്കുമ്പോ, അവൻ സത്യം നിങ്ങളിൽ നടക്കുമ്പോ, അവൻ സത്യത്തിൽ നിങ്ങൾ നടക്കുമ്പോൾ, അവൻ പിശാച് എത്ര തന്ത്രം മെനഞ്ഞാലും, അവൻ പിശാച് എത്ര കേടി വെച്ചാലും, അവൻ സത്യം ഉള്ളിടത്തോളം കാലം അവൻ കള്ളത്തിന് സ്ഥാനമില്ല, അവൻ കപടത്തിന് സ്ഥാനമില്ല, അവൻ മറ്റുള്ള പൈശാചിക മേലേക്ക് സ്ഥാനമില്ല. സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയാണ്. ഏതൊക്കെ മുഖങ്ങൾ നല്ലതുപോലെ തകരുന്നു. അവൻ സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുന്നു. ഏതൊക്കെയോ മുഖത്തിൽ കീഴിനകത്തു നിന്ന്, ഏതൊക്കെ പൈശാചികന്റെ പിടിക്കകത്തു നിന്ന് അവൻ സത്യത്തിന്റെ ആത്മാവ് അവൻ ചിലരെ സ്വതന്ത്രമാക്കുകയാണ്. അവൻ കപടം പറഞ്ഞ് വഞ്ചിക്കാൻ അവൻ നിങ്ങളുടെ അടുക്കൽ ഒരാൾ വന്നാൽ, നിങ്ങളുടെ അകത്ത് സത്യത്തിന്റെ ആത്മാവ് ഇരിക്കുമ്പോ അവൻ നിങ്ങളെ സ്വതന്ത്രമാക്കി പുറത്തു കൊണ്ടുവരും. ഒരു ശത്രുവിന്റെ പിടിക്കകത്തും നിങ്ങൾ വീഴാതെ, ഒരു പൈശാചികന്റെ പിടിക്കകത്തും പെട്ടുപോകാതെ, ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെ പരിശുദ്ധാത്മാവ് നിങ്ങളെ സ്വതന്ത്രമാക്കി കൊണ്ടുവരും. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ തോന്നുവരെ പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്ത് വരുമ്പോ അമ്മ കെണികളും തന്ത്രങ്ങളുമായിട്ട് ആരെങ്കിലും അടുത്തു വന്നാൽ, അമ്മ ഉപായത്താൽ പിശാച് അടുത്ത് വന്നാൽ, അമ്മൻ അവിടെ വെച്ച് സത്യത്തിന്റെ ആത്മാവ് നിങ്ങളോട് സത്യം സംസാരിക്കും. അമ്മ സത്യം സംസാരിച്ച് അമ്മ നിങ്ങളുടെ കരം പിടിച്ച് സത്യത്തിന്റെ ആത്മാവ് വഴി നടത്തും. ആ വഴി നടക്കുമ്പോ അമ്മ സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കും. മനസ്സിലായി? ഒന്നുകൂടെ പറയാം. സത്യത്തിന്റെ ആത്മാവ് നമ്മുടെ മേൽ വരുമ്പോഴോ ഞങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. ആമേ സത്യത്തിൽ വഴി നടത്തുന്നത് എന്നെ. എന്റെ അടുക്കൽ വന്നിട്ട് ഒരു കള്ളം പറയാണ് ഒരാള്. കള്ളം പറഞ്ഞിട്ട് എന്റെ വഴിയെ തിരിക്കാൻ ശ്രമിക്കുമ്പോ ആ കള്ളം പറഞ്ഞ വഴിയുടെ അകത്ത് നിന്ന് അതൊരു ട്രാപ്പാണ്, അതൊരു കെണിയാണ്, അതൊരു വഞ്ചനയാണ്. ആമേ അതൊരു ദുർഘടമായ കുഴിയാണ്. അങ്ങോട്ട് പോകുന്നതിന് മുമ്പേ സത്യത്തിന്റെ ആത്മാവ് എന്നോട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കി അവിടെ വെച്ച് എന്നെ മടക്കി കൊണ്ടുവന്ന് യഥാർത്ഥമായ വഴി കൂടെ നടത്തുന്നതാണ് പരിശുദ്ധാത്മാവ്. അതാണ് സത്യത്തിന്റെ ആത്മാവ്. എന്നിൽ ആരംഭിച്ചവൻ അവൻ അവസാനം കുറിക്കും. ഹല്ലേലൂയ. സത്യത്തിൽ സത്യത്തിൽ ഹല്ലേലൂയ. ആമേൻ ആമേൻ ഹല്ലേലൂയ. എത്ര പേർക്ക് ഇത് മനസ്സിലാകുന്നുണ്ട്? എന്നിൽ ആരംഭം കുറിച്ചവൻ, നിങ്ങളിൽ ആരംഭം കുറിച്ചവൻ. യാഥാർത്ഥ്യം വെളിപ്പെടട്ടെ. ഇതുപോലെ തന്നെയാണ് ഒരു സ്ത്രീയും യാഥാർത്ഥ്യമായി ഒരു പുരുഷനെ സ്നേഹിച്ചാൽ, യാഥാർത്ഥ്യമായി ഒരു ഭാര്യയായി മാറിയാൽ, അവൻ ഏത് പുരുഷനെ കണ്ടാൽ അവൻ സത്യം ഇവിടെ നിൽപ്പുണ്ട്, യാഥാർത്ഥ്യം ഇവിടെ നിൽപ്പുണ്ട്, അതനുസരിച്ചത് കൊണ്ട് മറ്റൊരു പുരുഷനെ കണ്ടാൽ അവരുടെ കണ്ണ് മഞ്ഞളിക്കത്തില്ല, അവരുടെ കണ്ണ് അതിന്റെ പുറകെ പോകത്തില്ല. യാഥാർത്ഥ്യമുള്ളത് കൊണ്ട്, അവൻ സത്യം അകത്തുള്ളത് കൊണ്ട്, അവൻ സത്യം ആ വ്യക്തിയെ സ്വതന്ത്രമാക്കി മടക്കി വരുത്തും. അവൻ ഇന്ന് പകൽ അതുപോലെ ചിലർ അവൻ യേശു കർത്താവിന്റെ സത്യം അവൻ ചിലരുടെ അകത്ത് അതിശക്തിയോടെ ഇറങ്ങി നിൽക്കട്ടെ. ഇതുപോലെ തന്നെയാണ് കുഞ്ഞുങ്ങളുടെ അകത്ത്. അവൻ കുഞ്ഞുങ്ങളുടെ അകത്ത് ഇങ്ങോട്ട് കുഞ്ഞുങ്ങൾ എന്നെ ശ്രദ്ധിക്കുക. അവൻ കുഞ്ഞുങ്ങളുടെ അകത്ത് അവൻ സത്യമുണ്ടെങ്കിൽ, അവൻ സത്യമുണ്ടെങ്കിൽ ആരൊക്കെ വഴി വെച്ച് വശീകരിച്ചാലും, ആരൊക്കെ ഇമ്പവാക്ക് പറഞ്ഞാലും, ആരൊക്കെ മോഹന വാഗ്ദാനങ്ങൾ നൽകിയാലും ആ വാഗ്ദാനങ്ങൾ കൊടുങ്ങാതെ അവൻ സത്യത്തിന്റെ ആത്മാവ് അവരെ വഴി കരം പിടിച്ച് യാഥാർത്ഥ്യമായ വഴിയിൽ കൂടെ നടത്തി അവൻ സത്യത്തിന്റെ തൂണും അടിസ്ഥാനമായവനിലേക്ക് അവൻ മടക്കി വരുത്തും. നിങ്ങളിൽ ആരംഭം കുറിച്ചവൻ അവസാനം വരെ നടത്താൻ അവൻ ശക്തനായ ഹല്ലേലൂയ. അവൻ പരിശുദ്ധാത്മാവിനെ നിസ്സാരമായിട്ട് നമ്മൾ കാണരുത്.
നമ്മളിൽ ആരംഭം കുറിച്ചവനെ നിസ്സാരമായി കാണരുത്. ഈ കാലഘട്ടത്തിൽ യേശു കർത്താവ് നമ്മളിൽ ആരംഭം കുറിച്ച് ആത്മാവിനെ പകർന്ന് ആരംഭം കുറിച്ചെങ്കിൽ ആ ആത്മാവ് തന്നെ നമ്മളെ വഴി നടത്തട്ടെ. ആ ആത്മാവ് തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരട്ടെ. ആ ആത്മാവ് തന്നെ എന്നും വഴി നടത്തട്ടെ എന്ന് ഞാൻ ആശിക്കുകയാണ്. ഹല്ലേലൂയ. മക്കളെ, ട്രാപ്പ് എന്ന് പറയുന്ന സാധനം പല രീതിയിലുണ്ട്. പിശാച് തന്ത്രത്തോടെ പല ഉപായങ്ങൾ പറഞ്ഞ് നമ്മുടെ അടുക്കിലേക്ക് വരും. ആമേൻ, ആമേൻ, ആമേൻ. പലരും കടക്കണിയിലകപ്പെടുന്നത് ഉപായത്തിലാണ്. പല ഉപായങ്ങൾ നമ്മൾ കേൾക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും അതൊരു ട്രാപ്പാണ്. വീണ്ടും 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 ഞാൻ പറയും, കടക്കണിയിൽ പോകുന്നത് ഒരു ട്രാപ്പാണ്. ആമേൻ. ചിലർ രോഗത്തിലേക്ക് പോകുന്നത് ചിലർ ട്രാപ്പാണ്, വഞ്ചനയാണ്. അമ്മ ഒരു മരുന്നിന് വേണ്ടി മരുന്ന് കഴിക്കാൻ എളുപ്പത്തിൽ നമ്മൾ അങ്ങ് ചിലർ ഓടി നടക്കും മരുന്ന് കഴിക്കാൻ. രോഗങ്ങൾ വരുന്നു. അമ്മ ഒരു മരുന്ന് കഴിക്കുമ്പോൾ അടുത്തുള്ള ഒരാൾ പറയും അപ്പുറത്തൊരു മരുന്ന് ഉണ്ട്, ചിലപ്പോ അവിടെ പോകും. ഞങ്ങൾ ഓടിയിട്ടുണ്ട്. യേശുവിനെ അറിയുന്നതിന് ഞാൻ ഓടിയിട്ടുണ്ട്. എന്റെ അമ്മയെ കൊണ്ട് ഓടാത്ത സ്ഥലങ്ങളില്ല. അമ്മയെ മരുന്നിന് വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് മരുന്ന് കഴിക്കുമ്പോൾ പറയും അപ്പുറത്ത് പോയ സുഖമാവും, അവിടെ ചെല്ലുമ്പോൾ പറയും ഇപ്പുറത്ത് പോയ സുഖമാവും. പൈസ പോയതല്ലാണ്ട് സുഖമായി. അമ്മ മനസ്സിലാക്കുന്നോ? അവർക്ക് ഇത് യാഥാർത്ഥ്യം തിരിച്ചറിയാത്തത് കൊണ്ട്, യാഥാർത്ഥ്യം എന്താണെന്ന് നമ്മൾ അറിഞ്ഞാൽ, സത്യം എന്താണെന്ന് അറിഞ്ഞാൽ, അമ്മ സത്യം നമ്മളെ സ്വതന്ത്രരാക്കി പുറത്തു കൊണ്ടുവരും. ഹല്ലേലൂയ. അമ്മ സത്യം നമ്മളെ സ്വതന്ത്രരാക്കി പുറത്തു കൊണ്ടുവരും. അമ്മ ഇതുപോലെ നമ്മുടെ ട്രാപ്പിനകത്തോട് ചില കുഞ്ഞുങ്ങൾ ഈ കഴിഞ്ഞിടയ്ക്ക് ഞാൻ കേട്ടൊരു കാര്യമാണ്. അമ്മ ഒരു കുട്ടി പഠിച്ചു സർട്ടിഫിക്കറ്റ് ഒക്കെ വേണ്ടി ചോദിച്ചപ്പോഴത്തേക്ക് സർട്ടിഫിക്കറ്റ് വ്യാജം. അവര് ഉപായം പറഞ്ഞ് ചതിച്ച് ഒരാള് പൈസ മേടിച്ച് ബാംഗ്ലൂരിൽ പഠിക്കാൻ അടിച്ചു. നഴ്സിംഗിന് പഠിക്കാൻ അയച്ചിട്ട് അവിടെ വെച്ച് അമ്മൻ സർട്ടിഫിക്കറ്റ് എന്താ പറയുന്നത്, അംഗീകാരമില്ലാത്ത കോളേജിലാണ് പഠിച്ച്. ഉപായം പറഞ്ഞ ഇവരെ പൈസ പോയത് മെച്ചം. അല്ലെങ്കിൽ സത്യം അവരുടെ അകത്ത് വരാൻ താമസിച്ചു. അമ്മൻ സത്യം അവരറിയാൻ താമസിച്ചു. വഞ്ചന, ചതി. അമ്മൻ ഹല്ലേലൂയ. അമ്മൻ മക്കളെ, നമ്മളിൽ ആരംഭം കുറിച്ച പരിശുദ്ധാത്മാവ് ഒരു ചതിക്കകത്ത് നമ്മളെ വിടത്തില്ല. ഒരു ആപത്തിനായിട്ട് അശപ്രവചനത്തെ പറഞ്ഞൊരു വാക്കുണ്ട്, ആപത്തിനായിട്ട് നീ പ്രസവിച്ചിട്ടില്ല. ആമേൻ. നിന്റെ മക്കൾ ആപത്തിൽ ചെന്ന് വീഴത്തില്ല. ആമേൻ. നീ പ്രസവിച്ചിട്ട് നിന്റെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടുന്ന ബൈബിള്. ആമേൻ, ആമേൻ. ദൈവമക്കൾ, നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യം, ആമേൻ, ആപത്തിനായിട്ടൊരു കുടുംബ ജീവിതം ദൈവം തരത്തില്ല. അനർത്ഥത്തിനായിട്ടൊരു തലമുറയെ ദൈവം തരത്തില്ല. അനർത്ഥത്തിനായിട്ടൊരു ബിസിനസ് ദൈവം തരത്തില്ല. അനർത്ഥത്തിനായിട്ടൊരു ജോലി ദൈവം തരത്തില്ല. അനർത്ഥത്തിനായിട്ട് ഒന്നും ദൈവം നമുക്ക് തരത്തില്ല. അവൻ നമ്മളിൽ ആരംഭം കുറിച്ചവൻ അവൻ അന്ത്യത്തോളം നടത്താൻ ശക്തനാണെങ്കിൽ, അവൻ നമ്മളിൽ സത്യത്തെ നൽകിയവൻ, സത്യത്തിന്റെ ആത്മാവ് നൽകിയവൻ, നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ശക്തിയുള്ളത് കൊണ്ട് ആ സത്യം നമ്മളെ സ്വതന്ത്രമാക്കട്ടെ. നമ്മൾ എവിടെ ചെന്നാലും, ഞാനൊരു കാര്യം പറയാം, പരിശുദ്ധാത്മാവിൽ നിങ്ങൾ നടത്തുകയാണെങ്കിൽ എവിടെ ചെന്നാലും നിങ്ങൾ പരാജയപ്പെട്ടു പോകും. ഹല്ലേലൂയ. പരാജയപ്പെട്ടു പോകും. ആമേൻ. യാഥാർത്ഥ്യമാണ് നമ്മൾ, യാഥാർത്ഥ്യം. ആമേൻ. ഹല്ലേലൂയ. സത്യസന്ധമായ വചനം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. യാഥാർത്ഥ്യം. പരിശുദ്ധാത്മാവ് എന്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ എനിക്ക് കള്ളം പ്രവചിക്കാൻ ഒക്കുകയില്ല. ഒരു വാക്ക് കള്ളം പറയാൻ ഒക്കുകയില്ല. കാരണം അകത്തുള്ളത് ശക്തിയാത്മാവാണ്. ആമേൻ. ഹല്ലേലൂയ. എന്തിനകത്തോ ബൈബിൾ പറയുന്ന പലതൊക്കെ പറഞ്ഞു, ആത്മാവ് അവരുടെ മേൽ വന്ന് അവർ നിറഞ്ഞു, ആത്മാവിൽ നിറഞ്ഞു. അപ്പോൾ ബൈബിൾ പറയുന്നു, ഹൃദയം നിറഞ്ഞു കവിയുന്നതിൽ നിന്ന് വായ സംസാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എന്റെ അകത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞ ഞാൻ പിന്നെ എങ്ങനെയാണ് കള്ളം സംസാരിക്കുന്നത്? ഹല്ലേലൂയ. ആത്മാവ് നിറഞ്ഞ ഞാൻ എങ്ങനെയാണ് ബോഷ്ക് പറയുന്നത്? ഹല്ലേലൂയ. ആത്മാവിൽ അന്യഭാഷ പറയുന്നത് എന്റെ അതിർത്തിൽ നിന്ന് എങ്ങനെയാണ് അവന് കള്ളപ്രവചനങ്ങൾ വരുന്നത്? ഹല്ലേലൂയ. ആത്മാവിൽ നടക്കുന്ന ഞാൻ എങ്ങനെയാണ് ആത്മാവിന്റെ പിടിവിട്ട് ബോഷ്കിന്റെ വഴിയിൽ നടക്കുന്നത്? ഹല്ലേലൂയ. സത്യാത്മാവ് വരുമ്പോൾ അവൻ സകല സത്യത്തിൽ, ആമേൻ, അതിന് സത്യം വിട്ട് തെറ്റിപ്പോകുമ്പോൾ പരിശുദ്ധർ പറഞ്ഞു, മോനെ സത്യം വിട്ട് തെറ്റിയാൽ നീ നേരെ വഴി വന്നോണം, ഇല്ലെങ്കിൽ നിനക്കൊരു ന്യായവിധി വെച്ചിട്ടുണ്ട്. ആ ന്യായവിധി അന്ത്യകാലത്ത് വെളിപ്പെടുവാനുള്ള കത്തുന്ന തീയും പൊയ്കയുമാണ്. അമ്മ ബോഷ്ക്ക് പറയുന്നതിന് ഏവരും എന്താ പറയത്തെ വചനം ബാക്കി കത്തുന്ന പൊയ്ക. അമ്മേ ഹല്ലേലൂയ. വളരെ ശ്രദ്ധിക്കണം. നമ്മൾ വളരെ ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം. സത്യാത്മാവ് കൊണ്ട് അന്യഭാഷയിൽ ആരാധിക്കുന്ന നമ്മൾ, സത്യാത്മാവിനാൽ നടക്കുന്ന നമ്മൾ, വ്യാജത്തിന്റെ വാക്യം നമ്മൾക്ക് ആവത്തില്ല. നമ്മുടെ ചെവിയെ നോക്കുക. 1, 2, വ്യാജത്തിന്റെ ആത്മാവിനകത്തോട്ട് നിറയ്ക്കരുത്. 2, അമ്മേൻ. 3, അതിൽ അവരോട് വശക്കേറാൻ നിൽക്കരുത്. കാരണം നമ്മൾ പോകുന്ന വഴികൾ നല്ല വഴികളായിരിക്കത്തില്ല. പിന്നെ ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി പറഞ്ഞു.
ഹല്ലേലൂയ. അവൻ പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് വരുമ്പോഴത്തേക്കും ഏതൊക്കെയോ അടിമത്വത്തിനകത്ത് നിന്ന് നമ്മളെ പിടിച്ച് പുറത്തു കൊണ്ടുവരും. എന്നിൽ ആരംഭം കുറിച്ച ദൈവത്തിന്റെ, ഒന്നുകൂടെ ഞാൻ പറയാം, എന്നിൽ ആരംഭം കുറിച്ച ദൈവിക പദ്ധതികളിൽ നിന്നും, നിങ്ങളിൽ ആരംഭം കുറിച്ച ദൈവിക പദ്ധതികളിൽ നിന്നും ഉപായത്താൽ ശത്രു ചതിച്ച് നിങ്ങളെ പുറത്തു കൊണ്ടുപോയാൽ ആത്മാവുള്ളവരെ അവനെ വീണ്ടും മടക്കി വരുത്താൻ ദൈവശക്തനാണ്. ഒന്നുകൂടെ പറയുന്നു, അവൻ ദൈവത്തിന്റെ ആരംഭത്തിൽ നിന്ന് അവൻ അവസാനം ഒരു അന്ത്യകൂടാശ നൽകാൻ വേണ്ടിയാണ് പിശാചിന്റെ ലക്ഷ്യം. അവൻ പറഞ്ഞില്ല. ഏദൻ തോട്ടത്തിൽ ദൈവം ആദത്തെയും ഹവ്വായെയും സൃഷ്ടിച്ചിട്ട് അവൻ അവിടെ വാഴാൻ പറഞ്ഞു. അതിനകത്തുള്ള സകല നന്മകളും നിങ്ങൾക്കുള്ളതാണെന്ന് പറഞ്ഞു. എല്ലാം അവർക്കുള്ളത്. പക്ഷെ ഒരു വർഷത്തിന്റെ ജീവവൃക്ഷത്തിന്റെ ഫലം മാത്രം തിന്നരുതെന്ന് പറഞ്ഞു. പുതിയത്തിൽ വരുമ്പോ ബൈബിൾ പറയുന്നു, ഞാൻ വിശുദ്ധന, നിങ്ങളും വിശുദ്ധനായി നിൽക്കണം, പാപം ചെയ്യരുത് പറയുന്നത്. അപ്പോൾ നമ്മൾ പാപത്തിൽ നിന്ന് വീണ്ടെടുത്ത യേശു കർത്താവ് നമ്മളോട് പറഞ്ഞു, ഇനിമേൽ നീ പാപം ചെയ്യരുത്. അവൻ ആ സ്ത്രീയോട് പറഞ്ഞു, നോക്കൂ, നിനക്ക് പാപം സൗഖ്യമായി, ഇനിമേലിൽ നീ പാപം ചെയ്യരുത്. വരണ്ട കൈയുള്ള വശവാദക്കാരോട് പറയുന്നു, അവൻ കടക്കെടുത്ത് നീ നടക്ക്, നോക്ക്, നിനക്ക് സൗഖ്യമായി, ഇനി നീ പാപം ചെയ്യരുത്. അപ്പോൾ അതിന്റെ അർത്ഥം എന്തുവാ? പിശാചിന്റെ ആലോചനയ്ക്ക് ചെവി കൊടുക്കരുത്. ദൈവം നമ്മൾ പുതിയൊരു ബ്രേക്ക് ത്രൂ ആരംഭം നൽകിയാൽ നമ്മൾ എന്തോ ചെയ്യണം? അടുത്ത് ആത്മാവിൽ നടക്കാൻ തയ്യാറാകണം, ആത്മാവിൽ സഞ്ചരിക്കാൻ തയ്യാറാകണം, ആത്മാവിന്റെ നദിക്ക് അകത്തോട്ടങ്ങ് ഇറങ്ങി. എല്ലാം നന്മ അതിനകത്തുണ്ട്. നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, എല്ലാം അതിനകത്ത് എല്ലാം വരും. ഹല്ലേലൂയ. എനിക്കറിയാൻ വരുമെന്ന്. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ അതിനകത്തുണ്ട്. അപ്പോൾ അതിനകത്തുള്ള എന്നെ വഴിതെറ്റിക്കാനാണ് തന്ത്രത്തോടെ അവൻ ആരംഭം കുറിച്ച ദൈവ പദ്ധതിയെ തള്ളിക്കളയിക്കത്തക്കവണ്ണം അവൻ പിശാചി കേന്ദ്രത്തോട്ടത്തിൽ കയറി. ജീവനാരംഭം കുറിച്ചത് കർത്താവ്, ശരീരത്തിനാരംഭം കുറിച്ചത് കർത്താവ്. അമ്മയെ മണ്ണുകൊണ്ട് ശരീരം ഉണ്ടാക്കി അത് ജീവശ്വാസം ഊതി അവരെ എഴുന്നേൽപ്പിച്ച് നടപ്പിച്ചത് കർത്താവ്. അവന്റെ അകത്ത് ബുദ്ധി കൊടുത്തത് കർത്താവ്, അവന്റെ കാഴ്ച കൊടുത്തത് കർത്താവ്, അവന് ശ്വാസം കൊടുത്തത് കർത്താവ്, അവന് നടക്കാൻ കൃപ കൊടുത്തത് കർത്താവ്, അവന് സംസാരിക്കാൻ ശബ്ദം പുറപ്പെടുവിച്ചത് കർത്താവ്, അവന് മൃഗങ്ങളുടെ പേര് കൊടുക്കാൻ ബുദ്ധി കൊടുത്തത് കർത്താവ്. ഇതെല്ലാം ആരംഭം കുറിച്ച കർത്താവിങ്കിൽ നിന്ന് അവൻ പിശാച് തന്ത്രത്തോടെ വന്ന് അവിടുന്ന് അവന്റെ പുറത്തിറക്കി അതിന്റെ അകത്തോട്ട് അവന്റെ പാപം ഇടിച്ചു കയറ്റി. എന്ന് വെച്ചാൽ ഒരു സ്വാതന്ത്ര്യം, അവനുണ്ടായിരുന്ന സ്വാതന്ത്ര്യത്തെ നഷ്ടപ്പെടുത്തി അവന്റെ മേൽ ഒരു അസ്വാതന്ത്ര്യം വെളിപ്പെടുത്തി അവനെ അവിടുന്ന് പുറത്തിറക്കാൻ തക്കവണ്ണം ഉപായം പ്രയോഗിച്ചു. എങ്കിൽ ഇന്നുള്ള കാലഘട്ടത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കണം, നമ്മൾ ആത്മാവിൽ ആരംഭിച്ചു, ആത്മാവിൽ നടക്കാൻ തുടങ്ങി, ദൈവാത്മാവ് നമ്മളെ വഴി നടത്താൻ തുടങ്ങി, ദൈവാത്മാവ് അനുഗ്രഹങ്ങൾ തരാൻ തുടങ്ങി, ദൈവാത്മാവ് സമാധാനം തരാൻ തുടങ്ങി, അമ്മ ദൈവാത്മാവ് പലരും നമ്മളെ സ്വതന്ത്രമാക്കാൻ തുടങ്ങി. ആ സ്വാതന്ത്ര്യം പത്രോസ് പറയുന്നു, ജഡത്തിന് അവസരമാക്കുക മാത്രം ചെയ്യാതെ അമ്മ സ്വതന്ത്രരായി നിങ്ങൾ നിൽക്കാൻ പഠിക്കണം. അമ്മേ, ക്രിസ്തു നമ്മളെ സ്വാതന്ത്ര്യത്തിനായിട്ട് വിളിച്ചിരിക്കുന്നു. അവൻ വീണ്ടും അടിമനുഖത്തിൽ കുടുങ്ങി പോകാതിരിക്കേണ്ടതിന് അതിൽ തന്നെ നിങ്ങൾ ഉറച്ചു നിൽപ്പീൻ. ഹല്ലേലൂയ. ഉറച്ചു നിൽപ്പീൻ. ആ ഉറച്ചു നിൽപ്പാണ് ഒരു മനുഷ്യൻ അമ്മ സ്വതന്ത്രമായി വെളിപ്പെട്ടുകൊണ്ടേയിരിക്കുന്നത്. അമ്മ സത്യാത്മാവിൽ ഒരു മനുഷ്യൻ എത്രത്തോളം ഉറച്ചു നിൽക്കുന്നു, ആ ഉറച്ചു നിൽക്കുന്ന അനുസരിച്ച് അവന് സ്വാതന്ത്ര്യം വെളിപ്പെട്ടുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. അപ്പോൾ ദൈവാത്മാവ് നടത്തുന്നത് ഏവരും ദൈവത്തിന്റെ മക്കളാകുന്നു, മക്കളെങ്കിലോ അവകാശികളുമാകുന്നു. ആമേൻ. അങ്ങനെയാണെങ്കിൽ നമ്മൾ സ്വർഗത്തിലെ അവകാശം വരണമെങ്കിൽ ദൈവത്തിന്റെ ആത്മാവിനാൽ അഥവാ സത്യാത്മാവിൽ നടക്കുമ്പോൾ അവൻ ദൈവത്തിന്റെ മക്കളായി ഞാൻ മാറുന്നു. ആ മകനായിരിക്കുന്ന ഞാൻ അവൽ നിന്ന് അവകാശമാകുന്നു. അവൻ എന്നിൽ നിന്ന് പിടിച്ചു പറിപ്പാൻ ഒരാൾക്കും, നിങ്ങളിൽ നിന്ന് പിടിച്ചു പറിപ്പാൻ ഒരാൾക്കും, അമ്മ നിങ്ങളുടെ നന്മയെ പിടിച്ചു പറിക്കാൻ ഒരാൾക്കും, അമ്മ എന്താ മിണ്ടാത്ത നിങ്ങൾ? ഹല്ലേലൂയ. മകൾ എന്താ മിണ്ടാത്തെ? അത് പറയുമ്പോ ഹല്ലേലൂയ. എടാ, ഞാൻ സത്യാത്മാവിൽ നടക്കുമ്പോൾ ദൈവത്തിന്റെ മകനാണ്. ദൈവത്തിന്റെ മകനാകുമ്പോൾ മകൻ അവകാശിയായി. അപ്പൊ അവകാശിയാകുമ്പോൾ എന്റെ അവകാശത്തിൽ നിന്ന് എന്നെ ആർക്കെങ്കിലും എടുക്കാൻ പറ്റും? പിടിച്ചു പറിക്കാൻ പറ്റും? എന്റെ അവകാശത്തെ, എന്റെ കുഞ്ഞ് എന്റെ അവകാശമാണ്, മറ്റൊരാൾക്ക് എടുത്തോണ്ട് പോകാൻ പറ്റുമോ? ഞാൻ വിടൂ? ഇല്ലേ? ശരിയല്ലേ? നമ്മുടെ മക്കള് നമ്മുടെ അവകാശം, നമ്മുടെ അപ്പനും അമ്മയും നമ്മുടെ അവകാശം, നമ്മുടെ സഹോദരങ്ങൾ നമ്മുടെ അവകാശമാണ്. പിശാച് പിടിക്കാൻ വന്ന് നമ്മൾ വിടുവോ? ഇനി വേറെ ആരെങ്കിലും വന്നിട്ട് എന്റേതാന്ന് പറഞ്ഞാൽ വിടുവോ? ഹല്ലേലൂയ. ഇവളെന്റെ ഭാര്യ, ഇവളെടുത്ത് വേറെ വന്നിട്ട് പറയും ഇതെന്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കും.
ഇല്ലേ? നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് നടന്നവൻ ദൈവത്തിന്റെ മക്കളാകുമോ? അമ്മേ, ദൈവം വിട്ടുകൊടുക്കുമോ? ദൈവം വിട്ടുകൊടുക്കാൻ ദൈവത്തിന് മനസ്സില്ലെന്ന് പ്രവർത്തിക്കുന്ന അറിയട്ടെ. എടാ, ദൈവത്തിന് മനസ്സില്ല നമ്മളെ വിട്ടുകൊടുക്കാൻ. അമ്മ, പിന്നെ എന്റെ ഭാഷ ഇതൊക്കെ സംഭവിക്കുന്നത് ഞാൻ അവന്റെ കൂടെ അങ്ങ് ചേരുക. അമ്മേ, ഹല്ലേലൂയ. അവൻ ഉപായം പറയുമ്പോൾ, അവൻ തന്ത്രം പ്രയോഗിക്കുമ്പോൾ ഞാൻ അറിയാതെ ഇച്ചിരി സന്തോഷമൊക്കെ കേൾക്കുമ്പോൾ ഞാനങ്ങ് ചേർന്നിരുന്നു. ഇച്ചിരി കൂടെ ദുഷ്ടന്റെ പാതയിൽ അങ്ങായി, പരിഹാസം ഇടയിൽപ്പെടുത്തുകയായി, പരിഹാസം പറഞ്ഞു, ആലോചന കേട്ടു, ഇതെല്ലാം കേട്ട് ഞാൻ ഇങ്ങോട്ടൊക്കെ മാറി. ഞാൻ ദൈവത്തെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല മക്കളെ. നമുക്ക് ഇന്ന് പകൽ മനസ്സ് മുതുക്കി മനസ്സാന്തരപ്പെടുക. അമ്മ, കല്ലുപോലുള്ള ഹൃദയത്തെ മാറ്റി മാംസമായ ഒരു ഹൃദയം ധരിക്കുക. അമ്മ, സത്യവചനം കലർപ്പില്ലാതെ അകത്തോട്ട് നിറയ്ക്കുക. ആത്മാവിൽ നടക്കുക. അമ്മ, നിങ്ങൾ വിജയികളായി പുറത്തു വരും. ഹല്ലേലൂയ. നിങ്ങൾ വിജയികളായി പുറത്തു വരും. ഹല്ലേലൂയ. അമ്മേ, സത്യത്തിന്റെ ആത്മാവ് നിറഞ്ഞ പീലിപ്പോസ് നമ്മൾ നേരത്തെ കേട്ടു. പീലിപ്പോസ് അമ്മൻ അസ്തോത്തിലേക്ക് എത്തിയത് അമ്മ ചുമ്മാതല്ല. ആത്മാവ് അവനെ എടുത്തുകൊണ്ട് പോയത് ചുമ്മാതല്ല. അവൻ സത്യത്തിന്റെ ആത്മാവിൽ വഴി നടന്നപ്പോൾ അവന്റെ കയ്യിൽ നടന്ന അത്ഭുതങ്ങൾ, വീര്യപ്രവൃത്തികൾ ചെറുതല്ല. ആത്മാവിൽ നടക്കുന്നവനെ ആത്മാവ് എടുത്തുകൊണ്ട് പോകും. ആർക്കും അവനെ എടുത്തുകൊണ്ട് പിടിച്ചു വെക്കാൻ അസാധ്യമാണ്. അവൻ സാധിക്കുകയില്ല. അവന് ബന്ധിക്കാൻ സാധിക്കുകയില്ല. കാരണം ബന്ധനം പൊട്ടിച്ചവൻ പുറത്തു വരും. ആത്മാവ് അകത്തുണ്ടായാൽ മതി, സകല മുഖത്തിൽ തകർക്കാം. നമ്മൾ വിചാരിക്കുന്നത് പരിശുദ്ധാത്മാവില്ലേ, ഒന്ന് ശോധന ചെയ്യണം. പരിശുദ്ധാത്മാവുള്ള ഒരു വ്യക്തി എന്താണ് സംസാരിക്കുന്നത്? പരിശുദ്ധാത്മാവുള്ള വ്യക്തി എവിടെയാണ് നിൽക്കുന്നത്? പരിശുദ്ധാത്മാവുള്ള വ്യക്തി എവിടെ നിൽക്കണം, എവിടെ നിൽക്കണ്ട, ഇതൊക്കെ ഒന്ന് ശോധന ചെയ്താൽ മതി. അപ്പോൾ നമുക്കറിയാം ആരിൽ എന്നിലുണ്ട്, എന്നിൽ ആരുണ്ട്, എന്നിലുള്ള ഉപദ്രവം ഞാൻ കാക്കുന്നുണ്ടോ, എന്നിലുള്ള ഉപദ്രവം ഞാൻ സൂക്ഷിക്കുന്നുണ്ടോ, പരിശുദ്ധാത്മാവിൽ സഞ്ചരിക്കുന്നുണ്ടോ. അപ്പൊ ഇത് നമുക്കറിയാം. ഉപായത്തിൽ വീണു പോകരുത്. ഞാനിവിടെ പ്രസംഗിച്ച് നിർത്തുമ്പോൾ പറയണം, ഉപായത്തിൽ വീണു പോകരുത്. അപ്പൊ എന്നെ സ്വതന്ത്രനാക്കി യേശു കർത്താവാണ്. എന്നിൽ ആത്മാവിനെ തന്ന് അവൻ പഴയതിൽ നിന്ന് പുതിയതാക്കി എന്നിൽ ആരംഭം കുറിച്ച ഒരു ആത്മാവ് എന്നിലുണ്ട്. അമ്മ, മക്കളെ, നിങ്ങളുടെ അകത്തുണ്ട് ആത്മാവ്. ആ ആത്മാവ് നിങ്ങളെ വഴി നടത്താൻ തുടങ്ങിയ ആ ആത്മാവിൽ തന്നെ നിങ്ങൾ നടക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആ ആത്മാവുള്ളവൻ ദൈവത്തിന്റെ മക്കളാകുന്നു. മക്കളെങ്കിലോ അവകാശികളാകുന്നു. ഇന്ന് പകൽ നിങ്ങൾക്ക് എന്തെങ്കിലും അവകാശങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവൻ പകൽ പറഞ്ഞ് പ്രാർത്ഥിക്കണം, കർത്താവേ, അങ്ങയുടെ മകനെ ഞാൻ, ബൈബിൾ പറയുന്നു, ഞാൻ അവകാശിയാണ്. എന്നിൽ രോഗമുണ്ട്, രോഗം വിട്ട് നല്ലൊരു ആരോഗ്യമുള്ള ശരീരത്തിൽ ഞാൻ അവകാശിയാണ്. എന്റെ വീട്ടിൽ കുറവുകളുണ്ട്, കുറവുകളെ നിറയ്ക്കുന്ന നിറവുള്ളതിന് അവൻ നടക്കാൻ ഞാൻ അവകാശിയാണ്. അവൻ എന്റെ അവകാശം ദൈവം പൂർത്തീകരിച്ചു തരണം. എന്റെ അവകാശങ്ങളെ അവിടുന്ന് നേടിത്തരണം. അവകാശങ്ങളിൽ ഞാൻ ജീവിക്കേണ്ടതിന്, അവൻ സ്വാതന്ത്ര്യം വെളിപ്പെടേണ്ടതിന്, സന്തോഷം അനുഭവിക്കേണ്ടതിന് എന്റെ അവകാശങ്ങളെ മടക്കി തരിക. ഹല്ലേലൂയ. ദൈവം അത്ഭുതം ചെയ്യും, ദൈവം അത്ഭുതം ചെയ്യും. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ ആരംഭിക്കും. ആമേൻ. ഹല്ലേലൂയ. ബൈബിൾ പറയുന്നു, ഞാൻ ആരംഭിക്കും. ആമേൻ. ദൈവം ആരംഭിക്കും. നമുക്ക് ആ ആരംഭത്തിലേക്ക് ദൈവത്തിന്റെ കൈ കൊടുക്കാം. ദൈവം ആരംഭിക്കട്ടെ. എല്ലാത്തിനും പുതിയതിൽ ദൈവം ആരംഭിക്കട്ടെ. നമ്മൾ പുതുവർഷത്തിൽ മാത്രമല്ല ആരംഭമുള്ളത്, നമുക്ക് എന്നും ദൈവം ആരംഭിച്ചതിനെ നമ്മൾ അതിനകത്ത് നടക്കുക. ആരംഭിച്ചവൻ ദൈവം. അമ്മ, ആന്ത്യനും ദൈവം. അമ്മ, എന്റെ എല്ലാം ദൈവം. എന്നെ എല്ലായിടത്തും ദൈവം. അമ്മ, എല്ലാ വഴികളിലും ദൈവം. എന്റെ കൂടെ നടക്കുന്നത് സത്യത്തിന്റെ ആത്മാവ്. അമ്മ, മുഖത്തിന്റെ കീഴിലല്ല ഞാൻ, ഇനി ഞാൻ സ്വതന്ത്രനാണ്. അവർക്ക് ഒരു നുകവും ഇന്ന് പറയണം, അവൻ ഒരു നുകവും നമ്മളെ പിടിച്ചൊതുക്കത്തില്ല. ഒരു നുകവും നിങ്ങളെ പിടിച്ചൊതുക്കത്തില്ല. ഇന്നു മുതൽ നിങ്ങൾ സ്വതന്ത്രരാണ്. അവൻ കാരണം ദൈവമാണ് ആരംഭിച്ചത്. ഹല്ലേലൂയ. എല്ലാ കണ്ണുകളും അടക്കാം. 2 വർഷം നമുക്ക് പ്രാർത്ഥിക്കാം.